ഫസ്റ്റ് പോർഷൻ എന്ന് പറഞ്ഞാല് ഡിവിഷൻ ആണ്. അപ്പൊ ഡിവിഷനിലേക്ക് നമുക്ക് ആവശ്യമായിട്ട് ഉള്ള ഏറ്റവും ഇമ്പോർട്ടന്റ് ഉള്ള കോൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ ഫാക്ടറൈസേഷൻ തന്നെയാണ്. അതായത് കുറച്ച് ക്വസ്റ്റ്യൻസ് ഞാനൊന്ന് തരാം. നിങ്ങൾ ലാസ്റ്റ് ക്ലാസ്സിൽ പഠിച്ച കാര്യങ്ങളെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ഈ ക്വസ്റ്റ്യൻസ് എല്ലാവർക്കും ഒന്ന് വർക്ക്ഔട്ട് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്നൊന്ന് വേഗം നോക്കിക്കേ. ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ ഫാക്ടറൈസേഷൻ എന്ന് പറഞ്ഞൊരു ടോപ്പിക് പഠിച്ചു. അതിൽ കോമൺ ഫാക്ടേഴ്സിന് ഔട്ട്സൈഡ് എടുക്കാനുള്ള ഒരു ടോപ്പിക് പഠിച്ചു. അപ്പൊ ദേ 5 ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഈ 5 ക്വസ്റ്റ്യൻസിന്റെ മക്കള് 10 മിനിറ്റ്സിൽ ഒന്ന് ചെയ്ത് കംപ്ലീറ്റ് ചെയ്ത് കാണിച്ചേ. ഈ 5 ക്വസ്റ്റ്യൻസ് മാക്സിമം 10 മിനിറ്റ്സ് ആണ് തരുള്ളൂ. മാക്സിമം 10 മിനിറ്റ്സ്, മിനിമം 5 മിനിറ്റ്സ്. ഓക്കെ, സ്റ്റാർട്ട് ചെയ്തോ. വേഗം ചെയ്യാം. ഞാൻ ചോദിക്കുന്ന ആള് പറയണം കേട്ടോ, തെറ്റിക്കാൻ പാടില്ല. തെറ്റിച്ചു കഴിഞ്ഞാൽ ഇന്ന് തെറ്റുന്ന ക്വസ്റ്റ്യൻസ് ഒക്കെ എഴുതി പഠിച്ചിട്ടാണ് പോവാ. റിവിഷൻ തുടങ്ങിയാലോ അങ്ങനത്തെ പരിപാടിയൊക്കെ ഒന്ന് അറിയാലോ. ഇല്ലേ, അങ്ങനത്തെ പരിപാടി ഇല്ലേ? അതെ അതെ അതെ. 5 ക്വസ്റ്റ്യൻസും കംപ്ലീറ്റ് ചെയ്യാം കേട്ടോ. 5 ക്വസ്റ്റ്യൻസും കംപ്ലീറ്റ് ചെയ്യാം. 5 മിനിറ്റ്സ്. ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ പഠിച്ചതിൻ്റെ ഒരു റിവിഷൻ ആണെന്നുള്ള രീതിയിൽ തന്നെ ചെയ്തു പോവാട്ടോ. ദേവകിന് എന്താ ഡൗട്ട് ചോദിച്ചോടാ? ചോദിച്ചോ മോനെ. ഈ ക്വസ്റ്റ്യൻ മനസ്സിലായില്ലെന്നോ? ഫാക്ടറൈസ് ചെയ്യാനാണ്, ഇങ്ങനെയാണ് ക്വസ്റ്റ്യൻ തരാ. ടെക്സ്റ്റിലെ ക്വസ്റ്റ്യൻസ് മാത്രല്ല, നമുക്ക് ഇതേപോലെ ഏത് ക്വസ്റ്റ്യൻ കിട്ടിയാലും ചെയ്യാൻ പറ്റണ്ടേ? അപ്പൊ നോക്കൂ, ഓരോ ക്വസ്റ്റ്യൻ എടുത്തിട്ട് നോക്കുക, അതിനകത്ത് വല്ല കോമൺ ഫാക്ടേഴ്സ് ഉണ്ടോ. കോമൺ ഫാക്ടേഴ്സ് ഉണ്ടെങ്കിൽ അതിന് ഔട്ട് സൈഡ് എടുക്കുക, ബാക്കിയുള്ള ടേംസ് എഴുതുക. അങ്ങനെയല്ലേ ഫാക്ടറൈസ് ചെയ്യാൻ പറ്റുക അല്ലേ? നോക്ക്, ചെയ്ത് നോക്ക്. പറഞ്ഞു തരാട്ടോ മിസ്. എന്തായാലും നിങ്ങൾ ട്രൈ ചെയ്യും. കാരണം ഇപ്പൊ ഒരു ക്വസ്റ്റ്യൻ എക്സാമിന് ഇതേപോലെ തന്നെ ക്വസ്റ്റ്യൻ വരുവാണ്, നിങ്ങൾക്ക് ടെക്സ്റ്റുള്ള ക്വസ്റ്റ്യൻ അല്ലാന്നുണ്ടെങ്കിൽ ആൻസർ ചെയ്യാൻ പറ്റണം അല്ലേ? തൻവി വേഗം ആവട്ടെ, ബുക്കൊക്കെ മറിച്ചെത്തണുള്ളൂ. ഋഷി എന്താണ് അന്തം വിട്ട, എന്താ സാറേ പറയാ? ഒരു പഴഞ്ചൊല്ലുണ്ടല്ലോ, ഒന്നും വേണ്ട, അന്തം വിട്ടിരിക്കണ എന്താണ്? ഓൾഡ് ന്യൂ ജെൻസ്. ഓക്കെ ഓക്കെ, സോറി സാർ. മക്കളെ മാറിപ്പോയി, വന്ന സ്ഥലം മാറിപ്പോയി. 70s ആയിരുന്നു അല്ലേ ഋഷി? ഫഹീമെ എന്താണ് ചെയ്യാതിരിക്കുന്നത്? ചെയ്ത് കഴിഞ്ഞ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് ഹാൻഡ് റൈസ് ചെയ്തേടാ. ചെയ്ത് കഴിഞ്ഞ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് ഹാൻഡ് റൈസ് ചെയ്തേ. ഇഹ്സാൻ ചെയ്ത് കഴിഞ്ഞാ? ചെയ്ത് കഴിഞ്ഞ ആരെങ്കിലും ഉണ്ടെങ്കിൽ. ഓക്കെ, ഇത്രയും പേരെ ചെയ്ത് കഴിഞ്ഞു. അടിപൊളി. ഓക്കെ, 3 മിനിറ്റ്സിൽ 5 ക്വസ്റ്റ്യൻസ് കംപ്ലീറ്റ് ചെയ്തു. അടിപൊളിയായിട്ടൊന്നും പറയാനില്ല. ആയിഷ കഴിഞ്ഞ ചെയ്ത്? നിങ്ങൾ തപ്പണ്ട, ടെക്സ്റ്റിലെ നോട്ടിലൊന്നും ഉണ്ടാവില്ല ക്വസ്റ്റ്യൻസ്. വൈഷ്ണവേ ഒരു കാര്യം മിസ് പറയാം, പ്രോപ്പറായിട്ട് നിങ്ങൾ റിവിഷൻ അറ്റൻഡ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തന്നെയാണ് അതിന്റെ നഷ്ടം കേട്ടോ. കാര്യം ഇപ്പൊ ലാസ്റ്റ് ക്ലാസ്സിൽ ഉണ്ടായില്ല. ഇപ്പൊ ഈ ചാപ്റ്റർ ഞാനത് 2 ആയിട്ട് ഡിവൈഡ് ചെയ്തെടുക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ശരിക്കും നമുക്ക് വേണമെങ്കിൽ ഒരു ക്ലാസ്സിൽ കംപ്ലീറ്റ് ചെയ്യാമായിരുന്നു കേട്ടോ. എങ്കിലും അത് 2 ക്ലാസ്സസ് ആയിട്ട് മാറ്റിയത് വേറെ ഒന്നുകൊണ്ടല്ല,
ഇത്രയും ഡീറ്റെയിൽഡ് ആയിട്ട് പറയുന്നത് കൊണ്ട് തന്നെയാണ്. ഓക്കെ, അപ്പൊ അതുകൊണ്ട് ഒരു ക്ലാസ്സിൽ ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ അത് കറക്റ്റ് ആയിട്ട് വീഡിയോ ചോദിച്ച് പഠിച്ച് അടുത്ത ക്ലാസ്സിൽ വന്നില്ലെങ്കിൽ ആദ്യം മുതലുള്ള കാര്യങ്ങൾ നമുക്ക് പറയാനുള്ള ടൈം കിട്ടൂല കേട്ടാ. അതുകൊണ്ടാണ് പറയുന്നത് ആ ഒരു ഇമ്പോർട്ടൻസ് മനസ്സിലാക്കി തന്നെ നിങ്ങൾ ചെയ്യാം. ഓക്കെ, കുറച്ചു പേരെ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. നമുക്ക് നോക്കാം എന്തായാലും ആൻസേഴ്സ്. ഓക്കെ സാറേ, അപ്പൊ നമുക്ക് 1 by 1 തുടങ്ങാലോ. 6AB plus 12BC 6AB plus 12BC ഫാക്ടറൈസ് ചെയ്യണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഫസ്റ്റ് നോക്കേണ്ട കാര്യം എന്താണ്? ഫസ്റ്റ് ടേമിലും സെക്കൻഡ് ടേമിലും കോമൺ ആയിട്ട് വന്നിരിക്കുന്നത് ആരാണ് എന്നല്ലേ നമ്മൾ നോക്കുക. അതായത് നമ്മൾ 6AB എന്ന് പറഞ്ഞ ടേമും 12BC എന്ന് പറഞ്ഞ ടേമും എഴുതി നോക്കിക്കഴിഞ്ഞാൽ 6AB എന്ന് പറഞ്ഞാൽ 6 into A into B ആണ്. 12BC എന്ന് പറഞ്ഞാൽ 2 into 6 into B into C ആണ്. ഇങ്ങനെയല്ലേ നമ്മൾ നോക്കുന്നത് അല്ലേ? അപ്പൊ ഫസ്റ്റ് 2 ടേംസ് നോക്കിക്കഴിഞ്ഞാൽ 6ഉം കോമൺ ആണ്, ബിയും കോമൺ ആണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? 6B എന്നുള്ളത് കോമൺ ആയി ബ്രാക്കറ്റിന് പുറത്തേക്ക് എടുക്കും. ഇതല്ലേ ചെയ്യാൽ അല്ലേ? ഇനി 6ABയില് ബാക്കിയുള്ള ആളെന്ന് പറഞ്ഞാൽ A ആണ്. സോ ഞാൻ A ഔട്ട്സൈഡ് എഴുതി. ഓക്കെ ആണോ? പ്ലസ് 12BCയില് ഇനി ബാക്കി 6B ഓൾറെഡി ഔട്ട്സൈഡ് ഉണ്ട്. ബാക്കിയുള്ള ആളുകൾ ആര് മാത്രമാണ്? 2 into C ആണ്. സോ 6B into A plus 2C എന്നുള്ളതായിരിക്കും ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആൻസർ. എത്ര പേര് കറക്റ്റ് ആക്കി നോക്കട്ടെ? എത്ര പേര് കറക്റ്റ് ആക്കി? ഇത്രയും പേര് ചെയ്തു. ക്ലിയർ ആണ്? ദേവകി മനസ്സിലായ മോന്? കിട്ടിയ ചെയ്യേണ്ട രീതി ഓക്കെയാണോ? അപ്പൊ ഏത് ക്വസ്റ്റ്യൻ തന്നാലും നമുക്ക് ഫാക്ടറൈസ് ചെയ്യാന്ന് പറഞ്ഞാൽ നമ്മൾ ഫസ്റ്റ് ചെയ്യേണ്ട കാര്യം അതിൽ കോമൺ ആയിട്ട് എന്തെങ്കിലും ഉണ്ടോ, അല്ലെങ്കിൽ ഏതെങ്കിലും ഐഡന്റിറ്റീസ് യൂസ് ചെയ്ത് എക്സ്പാൻഡ് ചെയ്യാൻ പറ്റൂ എന്നുള്ള കാര്യമാണ് നോക്കേണ്ടത്. ഓക്കെ, അടിപൊളി. അപ്പൊ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ചെയ്തു. സെക്കൻഡ് ക്വസ്റ്റ്യൻ ഇതിലും എളുപ്പത്തിൽ നമുക്ക് ചെയ്യാൻ സാധിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, സെക്കൻഡ് ക്വസ്റ്റ്യൻ അപ്പൊ ആര് പറയും? -xy മൈനസ് ay എന്ന് പറഞ്ഞാൽ ഇവിടെ ആരാണ് കോമൺ? പ്രണവ് കുട്ട പറഞ്ഞോടാ. നെഗറ്റീവ് y രണ്ട് ടേംസിലും കോമൺ ആണ്. സോ നെഗറ്റീവ് y ഔട്ട്സൈഡ് എടുത്താൽ ബാക്കി ആരൊക്കെ ഉണ്ടാവും? മിടുക്കൻ x plus a ആയിരിക്കും. കാരണം എന്തോ ചോദിച്ചോ? ഫസ്റ്റ് ക്വസ്റ്റ്യനില് 3b പുറത്തെടുത്തിട്ട് ബ്രാക്കറ്റിന്റെ ഉള്ളിൽ 2a plus 4c വെക്കാൻ പറ്റും. 2a plus 4c ബ്രാക്കറ്റിൽ വെച്ചാ കുഴപ്പമൊന്നുമില്ല. പക്ഷെ വീണ്ടും ഒരു 2 കോമൺ അല്ലേ അവിടെ അല്ലേ? അതുകൊണ്ടാണ് കേട്ടാ. ചെയ്തെന്ന് വെച്ച് കുഴപ്പമൊന്നുമില്ല. ചിലപ്പോൾ മാർക്ക് തരാം, ചിലപ്പോൾ മാർക്ക് തരാതിരിക്കാം. എങ്ങനെ വേണമെങ്കിലും ആവാം. അതിന്റെ ഏറ്റവും സിംപ്ലിഫൈഡ് ഫോമിലേക്ക് കൊണ്ടുവരണം അപ്പോഴേട്ടോ. അപ്പൊ -xy മൈനസ് ay എന്ന് പറഞ്ഞാൽ രണ്ടിലും നെഗറ്റീവ് കോമൺ ആണ്. സോ നെഗറ്റീവ് ഔട്ട്സൈഡ് എടുത്തു കഴിഞ്ഞാൽ പിന്നെ ബാക്കി ആരൊക്കെ ഉണ്ട്? ഇവിടെ x ഉണ്ട്, ഇവിടെ y ഉണ്ട്. കാരണം -xy എന്ന് പറഞ്ഞാൽ -y into x ആണ്. -ay എന്ന് പറഞ്ഞാൽ -y into a ആണ്. അപ്പൊ നെഗറ്റീവുകൾ പോയി കഴിഞ്ഞാൽ പിന്നെ പോസിറ്റീവ് ഉള്ളൂ. തൊട്ട് മുന്നത്തെ സെഷനിൽ ഞാൻ പറഞ്ഞത് നെഗറ്റീവ് നമ്പേഴ്സിന്റെ കഥകളും പോസിറ്റീവ് നമ്പേഴ്സിന്റെ കഥകളൊക്കെ പറഞ്ഞതില്ലേ? അതോർത്താ മതി. സോ -y into x plus a എന്ന് കിട്ടി. ഓക്കെ ആണല്ലോ? തേർഡ് വൺ നോക്കിക്കോ മക്കളെ. തേർഡ് വൺ ax³ മൈനസ് bx² പ്ലസ് cx എന്ന് കിട്ടി. ഓക്കെ, ആര് പറയും നോക്കട്ടെ? ഇവാന ഒന്ന് പറഞ്ഞു നോക്കിയ മോളെ. പറഞ്ഞ മോളെ. എല്ലാത്തിലും എക്സ് കോമൺ ആണ് അല്ലെ? കാരണം x³ x² ഉണ്ട്. x³ x² എക്സിലും എല്ലാം എന്തുണ്ട്? എക്സ് ഉണ്ട്. അപ്പൊ എക്സ് ഔട്ട്സൈഡ് എടുത്താൽ പിന്നെ ബാക്കി ആരൊക്കെ വരും? ax² മൈനസ് bx പ്ലസ് c. ഓക്കെ, x into ax² മൈനസ് bx പ്ലസ് c ആയിരിക്കും റിമൈനിങ് വരുന്നത്. ഓക്കെ ആണല്ലോ? ദെൻ മൂവിങ് ടു ദ ഫോർത്ത് ക്വസ്റ്റ്യൻ. l² mn മൈനസ് lm² n² മൈനസ് l² mn². ഇർവിൻ പറഞ്ഞോടാ, ആരാണ് ഇതില് കോമൺ ആയിട്ടുള്ളത്? L ഉണ്ട്, m ഉണ്ട്, n ഉണ്ട്. ഓക്കെ, റിമൈനിങ് എന്ത് വരും ബ്രാക്കറ്റിനുള്ളില്? L മൈനസ് mn മൈനസ്
എൽ എൻ വരും. മിടുക്കൻ അല്ലെ. അതായത് എല്ലാത്തിലും LMN ഉണ്ട്. LMN ഔട്ട്സൈഡ് വന്നാൽ ബാക്കി എന്തൊക്കെയുണ്ട്? ദേ ഇവിടെ ഓൾറെഡി ഒരു L പോയി കഴിഞ്ഞാൽ ഒരു L കൂടി ഉണ്ട്, എന്നാലല്ലേ L സ്ക്വയറിന് കിട്ടുള്ളൂ. പിന്നെ MN ആണ്. അപ്പൊ L മൈനസ് അടുത്ത ടേമിൽ നമുക്ക് L ഔട്ട്സൈഡ് ഉണ്ട്, M സ്ക്വയർ N സ്ക്വയറിന് കിട്ടണം. അതായത് M ഇൻറ്റു M ആണ് M സ്ക്വയർ, N ഇൻറ്റു N ആണ് N സ്ക്വയർ അല്ലെ. അപ്പൊ മൈനസ് MN മൈനസ് അടുത്ത ടേമില് L സ്ക്വയർ MN സ്ക്വയർ ആണ്. ദാറ്റ് ഈസ് എല്ലും എമ്മും എന്നും ഒരെണ്ണം ഔട്ട്സൈഡ് ഉണ്ട്. L ഇൻറ്റു L ചെയ്താലല്ലേ L സ്ക്വയർ കിട്ടുക. അതേപോലെ N ഇൻറ്റു N ചെയ്താലല്ലേ N സ്ക്വയർ കിട്ടുക. അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം? LMN ഇൻറ്റു L മൈനസ് MN മൈനസ് LN എന്ന് നമുക്ക് എഴുതാം. കിട്ടിയില്ലേ? ഓക്കെ ആണല്ലോ. ദെൻ ലാസ്റ്റ് വൺ 3pqr minus 6p square q square r square minus 15r square. 3pqr നോക്കുക, 6p square q square r square നോക്കുക, 15r square നോക്കുക. ഇതിലെല്ലാം നിങ്ങൾ ഫസ്റ്റ് ന്യൂമറിക്കൽസ് നോക്കിയേ. 3, 6, 15 എല്ലാം ആരുടെ മൾട്ടിപ്പിൾസ് ആ? 3ഉം 6ഉം 15 ഒക്കെ ആരുടെ മൾട്ടിപ്പിൾസ് ആണ്? അഫ്രിനെ. 3ഉം 6ഉം 15ഉം ഒക്കെ ആരുടെ മൾട്ടിപ്പിൾസ് ആണ്? 3ന്റെ മൾട്ടിപ്പിൾസ് ആണ് അല്ലെ. അപ്പൊ നമുക്ക് മനസ്സിലായി ആദ്യം ആരെ ഔട്ട്സൈഡ് എടുക്കാം എന്ന് മനസ്സിലായി. 3നെ ഔട്ട്സൈഡ് എടുക്കാം. സോ ദേ 3നെ ഔട്ട്സൈഡ് എടുക്കുന്നു. ഫിഫ്ത്ത് ക്വസ്റ്റ്യനിൽ 3 ഔട്ട്സൈഡ് വന്നാൽ പിന്നെ ബാക്കിയുള്ള ടേംസ് നിങ്ങൾ നോക്ക്. ഇവിടെ PQR ഉണ്ട്, ഇവിടെ P സ്ക്വയർ Q സ്ക്വയർ R ഉണ്ട്, ഇവിടെ ദേ R സ്ക്വയർ ആണുള്ളത് അല്ലെ. അപ്പോ ഫസ്റ്റ് 2 ടേംസിലും PQ ഉണ്ട്, പക്ഷെ അതും പറഞ്ഞ് ലാസ്റ്റ് ടേമിൽ PQന്റെ ടേം ഇല്ല. അപ്പൊ നമുക്ക് ഏത് ടേം മാത്രമേ ഇവിടെ കൺസിഡർ ചെയ്യാൻ പറ്റുള്ളൂ? എല്ലാത്തിലും കോമൺ ആയിട്ട് വരുന്ന ടേം എന്ന് പറഞ്ഞാൽ ഏതാണ്? 6 മാത്രല്ലേ ഉള്ളൂ എല്ലാത്തിലും കോമൺ ആയിട്ട് വരുന്നത് അല്ലെ. അപ്പൊ ദേടാ 3R എന്നുള്ളത് ഔട്ട്സൈഡ് എടുത്താൽ ബാക്കി വരുന്നത് എന്തൊക്കെയാണ്? 3pqr എന്ന് പറഞ്ഞാൽ 3ഉം Rഉം പോയി, ബാക്കി ആരുണ്ടാകും? PQ ഉണ്ടാകും അല്ലെ. 3R പോയി കഴിഞ്ഞാൽ ബാക്കി PQ ഉണ്ടാകും. അടുത്തത് സൈൻ മൈനസ് ആണ്. ഇനി 3 പോയി കഴിഞ്ഞാൽ ഇവിടെ ബാക്കി 2 ഉണ്ടെന്നുള്ളത് നമുക്ക് അറിയാം. കാരണം 6 ആകാനായിട്ട് 2 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യണം. 2 പിന്നെ P സ്ക്വയർ Q സ്ക്വയർ അല്ലെ വരുന്നത്. P സ്ക്വയർ Q സ്ക്വയർ പിന്നെ അവിടെ ഒരാൾ കൂടിയുണ്ട്. ആരാണ്? 6 കൂടിയുണ്ട് അല്ലെ. 6p സ്ക്വയർ Q സ്ക്വയർ എന്ന് പറഞ്ഞാൽ 3 ഇൻറ്റു 2 ഇൻറ്റു P സ്ക്വയർ ഇൻറ്റു Q സ്ക്വയർ ഇൻറ്റു R സ്ക്വയർ, ദാറ്റ് ഈസ് R ഇൻറ്റു R. അപ്പോ ഇവിടെ 2 പോയി, അതേപോലെ 3 പോയി, R പോയി, ബാക്കി P സ്ക്വയർ Q സ്ക്വയർ R അല്ലേ വരുന്നത്. സോ 2p സ്ക്വയർ Q സ്ക്വയർ R എന്ന് കിട്ടി. ഓക്കെ ആണോ? പിന്നെ ലാസ്റ്റ് 15R സ്ക്വയറില് നമുക്കറിയാം 3 ഓൾറെഡി പോയി, ബാക്കി അപ്പൊ ആരുണ്ട് അവിടെ? 5 ഉണ്ട്. 5 ഉണ്ട്. അതേപോലെ R ഒരെണ്ണം ഔട്ട്സൈഡ് ഉണ്ട്. R സ്ക്വയർ ആവാൻ Rന് R വെച്ച് മൾട്ടിപ്ലൈ ചെയ്യണം. ഇങ്ങനെ ആയിരിക്കും കിട്ടുന്നത്. ലാസ്റ്റ് ക്ലാസ്സിൽ ഇല്ലാത്തവർക്ക് ഞാൻ ഈ പറയുന്ന ഭാഷയൊന്നും മനസ്സിലാവുണ്ടാവൂല കേട്ടോ, അത് വേറെ കാര്യം. അപ്പോ ഇത് കിട്ടിയ ഓക്കെ ആണോ? എല്ലാം 5 ക്വസ്റ്റ്യൻസും കറക്റ്റ് ആയവർ എത്ര പേരുണ്ട്? 5 ക്വസ്റ്റ്യൻസും കറക്റ്റ് ആയവര് ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കാൻ വേണ്ടി മാത്രാണ്. കുറെ പേരുണ്ടാ? അടിപൊളി, ഒന്നും പറയാനില്ല. ഓക്കെ, ഇത്രയും പേര് ശരിയായല്ല, വേറെ ഒന്നിനും വേണ്ടിയിട്ടല്ല. ഇത് വെച്ചിട്ടാണ് നമ്മൾ ഇനി ഡിവിഷൻ പഠിക്കാൻ പോണത്. ഡിവിഷൻ എന്ന് പറഞ്ഞൊരു കോൺസെപ്റ്റിലേക്ക് വരണം എന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ കാര്യം വേണം, അതുകൊണ്ടാണ്. അപ്പൊ എല്ലാവർക്കും ഈ ഒരു കാര്യം പക്കയാണെങ്കിൽ തേടാ ഞാൻ അടുത്ത ഒരു കാര്യത്തിലേക്ക് കിടക്കുവാണ്. ചുമ്മാ ഡിവിഷൻ എന്ന് പറയുന്ന ഒരു ടോപ്പിക്കിലേക്ക് കിടക്കുവാണ് കേട്ടോ. അപ്പൊ ഡിവിഷനിൽ ജസ്റ്റ് നിങ്ങൾക്ക് ചെയ്യാനുള്ളത് ഇത് മാത്രമാണ്. കോമൺ ആയിട്ടുള്ള ഫാക്ടേഴ്സ് എടുത്ത് എന്ത് ചെയ്യാം, നമുക്ക് ഡിവൈഡ് ചെയ്യാം. സോ അതിന് ഫസ്റ്റ് എക്സാമ്പിൾ ആയിട്ട് ഞാൻ ഒരു ക്വസ്റ്റ്യൻ എഴുതുവാണ്. 2x സ്ക്വയർ ഡിവൈഡഡ് ബൈ x എന്ന് എഴുതുവാണ്. 2x സ്ക്വയർ ഡിവൈഡഡ് ബൈ x. ഓക്കെ, 2x സ്ക്വയർ ഡിവൈഡഡ് ബൈ x എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എഴുതാൻ അറിയാം 2x സ്ക്വയർ ഡിവൈഡ് ബൈ x ആണ്, ഹോൾ ഡിവൈഡ് ബൈ x ആണ് അല്ലെ. അതായത് ഇറ്റ് മീൻസ് ദാറ്റ് 2 ഇൻറ്റു എക്സ് ഡിവൈഡഡ് ബൈ എക്സ് എന്നല്ലേ ഇതിന് എഴുതാൻ പറ്റുക അല്ലെ. അപ്പൊ നമുക്ക് ഈ എക്സും ഈ എക്സും ക്യാൻസൽ ചെയ്ത് ആൻസർ എന്ത് കിട്ടും? 2x എന്ന് കിട്ടും. ഈ ഒരു ഐഡിയ എല്ലാവർക്കും ഉണ്ടല്ലോ, ഓക്കെ ആണല്ലോ. ഇനി ഇതിനെ തന്നെ ഞാൻ വേറൊരു വേർഷനിൽ തരുവാണ്. 4y സ്ക്വയർ മൈനസ് 2y
divided by 2. 4y square minus 2y divided by 2. So 4y square minus 2y എന്നുള്ളത് ഒരു ഓൾ ടേം ആയിട്ട് ഞാൻ തന്നിരിക്കുകയാണ്. ദാറ്റ് ഈസ് 1 ടേം ആണ്. ഡിവൈഡഡ് ബൈ 2 എന്നാണ് തന്നിരിക്കുന്നത്. അപ്പൊ ഞാൻ ഇതിനെ ഇങ്ങനെ എഴുതും 4y square minus 2y all divided by 2 എന്നല്ലേ എഴുതാം അല്ലെ? all divided by 2 എന്നാണ്. നമുക്ക് ഉണ്ടാകുന്ന ഒരു ടെൻഡൻസി എന്താണ്? ദേ ഈ 2വിനെയും ഈ 2വിനെയും ക്യാൻസൽ ചെയ്യാൻ ഒരു ടെൻഡൻസി ഉണ്ടാകും അല്ലെ? ആ ടെൻഡൻസിയിൽ നമ്മൾ വീണ് പോകരുത്, തളർന്നു പോകരുത്. അങ്ങനെ ചെയ്താൽ തെറ്റാണ് അല്ലെ? അങ്ങനെ ചെയ്താൽ തെറ്റാണെന്ന് പറയാനുള്ള കാരണം തൊട്ട് മുന്നത്തെ ക്ലാസ്സിലും ഞാൻ പറഞ്ഞു തന്നു. എന്താണ്? 4y square minus 2yക്ക് ബാധകമായിട്ടുള്ള ആളാണ് ആര്? 2 എന്ന് പറയുന്നത്. നിങ്ങളുടെ വീട്ടില് നിങ്ങൾ ഇപ്പൊ ചേട്ടനും അനിയനും ആരെങ്കിലും ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഓർക്കുക ഹോൾ ഡിവൈഡ് ബൈ താഴെയുള്ളത് ആരാണ്? പാരന്റ്സ് ആണ്. ആ പാരന്റ്സ് എന്ന് പറഞ്ഞാൽ അച്ഛൻ, ചേട്ടനും അമ്മയ്ക്കും, ചേട്ടനും അനിയനും അനിയത്തിക്കും എല്ലാവർക്കും കൂടി വേണ്ടിയിട്ടുള്ള ആളാണ് അല്ലേ? അപ്പൊ ഒരാൾ മാത്രമായിട്ട് അവരെടുത്തുകൊണ്ട് പോയാൽ ശരിയാവോ? ഒരിക്കലുമില്ല. അതായത് ഇതിനെ നമുക്ക് ഏത് രീതിയിലാണ് എഴുതാൻ പറ്റുക? ഇവിടെ ആമിനയ്ക്കും അമ്മേനെ വേണം, ചേട്ടനും അമ്മേനെ വേണം, ശരിയല്ലേ? ഈ രീതിയിൽ മാത്രമേ നമുക്ക് അതിന് സ്പ്ലിറ്റ് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. ഓക്കെ ആണോ? അതല്ലാതെ നമ്മൾ ഈ 2ഉം കൊണ്ടുപോയി എന്ത് ചെയ്ത് വെക്കരുത്? ക്യാൻസൽ ചെയ്ത് വെക്കരുത്. അതിന് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു എക്സാമ്പിൾ ആണ്, ഓർത്തിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു കാര്യമാണ് ഞാനിപ്പോ ഈ പറഞ്ഞു തന്നത്. തെറ്റിക്കൂല എല്ലാരും അല്ലെ? ഇത് തെറ്റിക്കഴിഞ്ഞാൽ ഫുൾ ആൻസർ അങ്ങോട്ട് തെറ്റിപ്പോയി കേട്ടോ. അപ്പൊ അത് ശ്രദ്ധിച്ച് ചെയ്യുക. ഈ ഒരു കോൺസെപ്റ്റ് എല്ലാവരുടെയും മനസ്സിൽ ഉണ്ടാവണം. സോ ഈ പറയുന്ന രീതിയിൽ മാത്രമാണ് നമുക്ക് അതിനെ സ്പ്ലിറ്റ് ചെയ്യാൻ പറ്റുക. ഇതാണ് ഒരു മെത്തേഡ് എന്ന് പറഞ്ഞാൽ. ഇനി ഇതിനെ തന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങളിപ്പോ ഫാക്ടറൈസേഷൻ ചെയ്ത് പ്രോ ആയി എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാ? 4y square minus 2y കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് എഴുതാൻ പറ്റും 2y അതിൽ കോമൺ ആണ് അല്ലെ? അപ്പൊ 2y കോമൺ ആണെങ്കിൽ 2 into 2 4 ആണ്. y into y എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? y square ആണ്. അപ്പൊ 2y ഔട്ട്സൈഡ് എടുത്താൽ ബ്രാക്കറ്റിൽ 2y മൈനസ് ഈ 2y അങ്ങനെ പാടി എന്ത് ചെയ്തു? ആ ബ്രാക്കറ്റിന് പുറത്തേക്ക് വന്നു. ബാക്കി ആരുണ്ടാകും? 1 ഉണ്ടാകും. ഓക്കെ ആണോ? ഓൾ ഡിവൈഡഡ് ബൈ 2. ഇവന്മാരെ രണ്ടുപേരും ക്യാൻസൽ ചെയ്ത് കളയാം, അതിൽ പ്രശ്നമില്ല. മൾട്ടിപ്ലിക്കേഷന് ആണ് ക്യാൻസൽ ചെയ്യുന്നുണ്ടെങ്കിൽ പ്രശ്നമില്ല. പക്ഷെ പ്ലസ് ഇട്ടും മൈനസ് ഇട്ടും നമുക്ക് ക്യാൻസൽ ചെയ്ത് കളയാനായിട്ട് പറ്റില്ല. ഓക്കെ ആണോ? അപ്പോ അതാണ് ഒരു മെത്തേഡ്. സെക്കൻഡ് മെത്തേഡ് ആണ് ഞാൻ ഈ പറഞ്ഞത് 4y square by 2 മൈനസ് 2y by 2 എന്ന് നമുക്ക് എഴുതാം. ഓക്കെ, ദാറ്റ് ഈസ് 2 4 കട്ട് ചെയ്യാം, ദാറ്റ് ഈസ് 2y square എന്ന് വരും അല്ലേ? 2y square എന്ന് വരും. മൈനസ് നമുക്കതേ 2 ക്യാൻസൽ ചെയ്യാം, എന്ത് വന്നു? y എന്ന് വരും. 2y square മൈനസ് y തന്നെ വേണമെങ്കിൽ y കോമൺ ആണ്. അപ്പൊ ദേ y ഔട്ട്സൈഡ് എടുത്താൽ 2y മൈനസ് 1 എന്നും നമുക്ക് എഴുതാൻ സാധിക്കും. ക്ലിയർ ആണോ പറഞ്ഞ കാര്യം? ഡിവിഷനിലേക്ക് വരുമ്പോ അപ്പൊ ക്യാൻസൽ ചെയ്യേണ്ട രീതി എങ്ങനെയാണെന്ന് എല്ലാവർക്കും ക്ലിയർ അല്ലേ? പറഞ്ഞ കോൺസെപ്റ്റ് ഓക്കെ ആണോ? ഓക്കെ ആണോ? ഞാൻ ഇതിനു മുന്നത്തെ സെഷനിലും പറഞ്ഞിരുന്നു ഓൾറെഡി, ജസ്റ്റ് ഒന്ന് പറഞ്ഞു എന്ന് മാത്രം. സോ ഇത് വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത്? പ്രോബ്ലംസ് ഇനി ചെയ്യാൻ പോകുന്നത്. സോ സിമ്പിൾ ആയിട്ട് നന്നായിട്ട് ശ്രദ്ധിച്ച് ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് ചെയ്ത് തീർക്കാൻ പറ്റുന്ന പ്രോബ്ലംസ് ആണ് ഈ സെഷനിൽ വരുന്നത് കേട്ടോ. തുടങ്ങാം, നമുക്ക് എന്നാ ചെയ്ത് തുടങ്ങാലോ? സ്റ്റാർട്ട് ചെയ്യാലോ? ഡിവിനെ റെഡി ആണോ? ഡിവിനെ ചീറ ചെയ്യണൊക്കെ ഉണ്ട്. ഓക്കെ, നോക്കാം നമുക്ക്. സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ 34x cube y cube z cube divided by 51xy square z cube. 34x cube y cube z cube divided by 51xy square z cube. വേഗം പറഞ്ഞതിനകത്ത് പ്രത്യേകിച്ച് ആലോചിക്കാനൊന്നുമില്ല, ഒറ്റയടിക്ക് ക്യാൻസൽ ചെയ്ത് കളയാൻ പറ്റുന്ന കാര്യങ്ങൾ വേഗം പറഞ്ഞേ. സാറേ ആരാണ് പറയുന്നത്? ഇവാനെ കുട്ടാ പറയടാ. നമുക്ക് ഈ z ക്യൂബ് കട്ട് ചെയ്യാൻ പറ്റുമോ? z ക്യൂബ്
കട്ട് ചെയ്യാം. വേറെ പ്ലസ് മൈനസ് അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഇല്ല. ഓൾ ഡിവൈഡ് ബൈ എന്നല്ലേ കിടക്കുന്നുള്ളൂ. നമുക്ക് എങ്ങനെ വേണമെങ്കിലും കട്ട് ചെയ്യാം. ആ 34 എന്നുള്ളതിന് നമുക്ക് 2 ഇൻറ്റു എന്തെഴുതാം 17 എഴുതാം. 51 എന്നുള്ളതിന് നമുക്ക് എങ്ങനെ എഴുതാം 3 ഇൻറ്റു 17 എഴുതാം. മിടുക്കൻ. അതായത് ഈ പറയുന്ന 17 ക്യാൻസൽ ചെയ്താൽ ഇവിടെ 2x³ y³ എന്നും ഇവിടെ 3xy² എന്നുമായിരിക്കും കിട്ടുന്നത്. ഇതല്ലേ പറഞ്ഞത് അല്ലെ? ഇനിയും എക്സിന്റെയും വൈന്റെയും ടേംസ് അവിടെ ഉണ്ടല്ലോ, അതിനെയും ക്യാൻസൽ ചെയ്ത് കളയാലോ. ക്യാൻസൽ ചെയ്തൂടെ? ദാറ്റ് ഈസ് x³ എത്ര ടൈംസ് പോകും? x³ ക്യാൻസൽ ചെയ്താൽ എന്താണ് x² അല്ലേ വരിക അല്ലേ? അപ്പൊ നിങ്ങൾക്ക് അങ്ങനെ എഴുതാൻ ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ ഇങ്ങനെ എഴുതി നോക്കാടാ. x³ എന്ന് പറഞ്ഞാൽ x ഇൻറ്റു എക്സ് ഇൻറ്റു എക്സ് ആണ് അല്ലെ? y³ എന്ന് പറഞ്ഞാൽ y ഇൻറ്റു വൈ ഇൻറ്റു വൈ ആണ്, ഡിവൈഡഡ് ബൈ 3 ഇൻറ്റു എക്സ് ഇൻറ്റു വൈ ഇൻറ്റു വൈ. അപ്പൊ എളുപ്പത്തിൽ ക്യാൻസൽ ചെയ്യാം. ദാറ്റ് ഈസ് ഇവിടെ ഒരു എക്സ് ഉണ്ട്, ക്യാൻസൽ ചെയ്തു. ഇവിടെ 2y ഉണ്ട്, ക്യാൻസൽ ചെയ്തു. ബാക്കിയുള്ള ആളുകൾ ഒരുമിച്ച് എഴുതിയാ പോരെ അല്ലേ? ദാറ്റ് ഈസ് 2 ഇൻറ്റു എക്സ് ഇൻറ്റു എക്സ് എന്ന് പറഞ്ഞാൽ x² ആണ്, ഇൻറ്റു വൈ ഡിവൈഡഡ് ബൈ 3. ഓക്കെ ആണോ? ആൻസർ കിട്ടിയ എല്ലാവർക്കും 2x²y ഡിവൈഡഡ് ബൈ 3. ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഡിവിഷൻ ചെയ്ത് കണ്ടുപിടിക്കുന്നത്. ഓക്കെ ആണോ? എല്ലാവർക്കും കിട്ടിയ മക്കളെ? സെറ്റ് ആണോ? പറഞ്ഞ കാര്യം കിട്ടിയിട്ടുണ്ടാകും എന്ന് വിശ്വസിക്കുന്നു. അപ്പൊ 2x²y ഡിവൈഡഡ് ബൈ 3 എന്ന് കിട്ടി. അപ്പൊ ഇവിടെ വേറെ പ്ലസ് മൈനസ് അങ്ങനത്തെ ഒന്നും വന്നിട്ടില്ല. അതുകൊണ്ട് നമുക്ക് ഇതേപോലെ ഫാക്ടേഴ്സ് ആയിട്ട് എഴുതി ഡയറക്റ്റ് എന്ത് ചെയ്യാം? ക്യാൻസൽ ചെയ്യാം. അതിൽ പ്രശ്നമില്ല. ഇനി തരുന്നതിൽ അതേപടി z³ എന്ന് പറയുന്ന ടേംസ് ഉണ്ട്. അങ്ങനെയാണെങ്കിൽ ഡയറക്റ്റ് നമുക്ക് ക്യാൻസൽ ചെയ്യാം, പ്രശ്നമില്ല. ക്ലിയർ ആയില്ലേ പറഞ്ഞ കാര്യം? ഓക്കെ ആണല്ലോ? അപ്പൊ നമുക്ക് അടുത്ത ഒരു ക്വസ്റ്റ്യനിലേക്ക് പോകാം. അങ്ങനെയാണെങ്കിൽ ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞ പോലത്തെ ഒരു കാര്യം വരുന്നുണ്ട്. 5x² മൈനസ് 6x ഡിവൈഡഡ് ബൈ 3x എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഓർക്കുക, 5x² മൈനസ് 6x എന്താണ്? ഒരേ അച്ഛന്റെ അമ്മയുടെയും മക്കളാണ്. അച്ഛനെയും അമ്മയും എന്ത് വേണം? 2 പേർക്കും വേണം അല്ലേ? അതായത് 5x² ബൈ 3x ഉം 6x ബൈ 3x ഉം ഇങ്ങനെയാണ് നമുക്ക് അതിനെ എഴുതാൻ പറ്റുക. ഓക്കെ ആണോ? അപ്പൊ 5 ബൈ 3 എന്നുള്ളത് അങ്ങനെ തന്നെ നിൽക്കും. x² ക്യാൻസൽ ചെയ്താൽ x ആകും. മൈനസ് 3 6 2 ടൈംസ് പോകും. എക്സും എക്സും ക്യാൻസൽ ചെയ്താൽ 2 ആകും. സോ 5 ബൈ 3x മൈനസ് 2 എന്നായിരിക്കും ആൻസർ വരുന്നത്. എളുപ്പത്തിൽ കിട്ടിയില്ലേ? ഇത്രേ ഉള്ളൂ ഇത് ചെയ്യാനായിട്ട് കേട്ടോ. അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക? ഫസ്റ്റ് ടേമിൽ കോമൺ ആയിട്ടുള്ള, അതായത് ന്യൂമറേറ്ററിൽ കോമൺ ആയിട്ടുള്ള ആളുകൾ ഔട്ട്സൈഡ് എടുത്തിട്ട് അതും ഡിനോമിനേറ്റർ ആയിട്ടും നമുക്ക് എന്ത് ചെയ്യാം? ക്യാൻസൽ ചെയ്ത് ചെയ്യാം. ഓക്കെ ആണോ? കിട്ടിയ എല്ലാവർക്കും? കിട്ടാത്തവരുണ്ടോ? ഈ ഒരു മെത്തേഡ് കിട്ടാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കാട്ടെ നിങ്ങള്. ഓക്കെ ആണ്? ഓക്കെ. അപ്പൊ ഞാൻ അടുത്ത ക്വസ്റ്റ്യൻ തരാം. അങ്ങനെയാണെങ്കിൽ വേഗം ഒന്ന് ചെയ്ത് നോക്കിക്കോടാ. അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്. p³ q⁻6 minus p⁻6 q³ all divided by p³ q³. p³ q⁻6 minus p⁻6 q³ divided by p³ q³. സാർ ഒരാളൊന്ന് മ്യൂട്ട് ചെയ്തോ. മേഘ്ന പറയടാ. p³ q6 minus q⁻6 q³. എനിക്ക് മനസ്സിലായില്ല മോൻ പറഞ്ഞത്. ബ്രാക്കറ്റിന് ഔട്ട്സൈഡ് എടുത്ത രീതിയിലാണോ പറഞ്ഞത്? ഡിവൈഡ് ചെയ്യുന്ന രീതിയിലാണോ പറഞ്ഞത്? എങ്ങനെയാ പറഞ്ഞത്? ഡിവൈഡ് ചെയ്യുന്നു. ഓക്കെ. അതായത് p³ q⁻6 ബൈ p⁻3 q⁻3 മൈനസ് എങ്ങനെ എഴുതാ? p⁻6 q³ by p⁻.
പറയാൻ കിട്ടണില്ല അല്ലെ. പി ക്യൂബ് ക്യൂ ക്യൂബ് ഓക്കെ ആണോ? മറ്റേ ടങ് ട്വിസ്റ്റർ എന്ന പോലത്തെ അവസ്ഥയിൽ പോയി. എനിക്ക് മനസ്സിലായി, എനിക്ക് മറ്റുള്ള സ്പീഡില് പി ക്യൂബ് ക്യൂ ക്യൂബ് പി ക്യൂബ് ക്യൂ റേസ് ടു 6 ഓക്കെ ആണല്ലോ. അപ്പൊ അത് ഇവിടെ ക്യാൻസൽ ചെയ്യാൻ പറ്റുന്നത് ആദ്യം ഞാൻ ക്യാൻസൽ ചെയ്ത് വെക്കുവാണെങ്കിൽ ഏതൊക്കെ ക്യാൻസൽ ചെയ്ത് കളയാം? പി ക്യൂബ് ക്യാൻസൽ ചെയ്യാം, ഒന്നും ചിന്തിക്കേണ്ട. ക്യൂ ക്യൂബും ക്യാൻസൽ ചെയ്യാം, ഒന്നും ചിന്തിക്കേണ്ട. അപ്പൊ ബാക്കി ദേ ക്യൂ റേസ് ടു 6 ബൈ ക്യൂ റേസ് ടു 3 മൈനസ് പി റേസ് ടു 6 ബൈ പി റേസ് ടു 3 ആണുള്ളത് അല്ലെ. ക്യൂ റേസ് ടു 6 ബൈ ക്യൂ റേസ് ടു 3 എന്ന് പറഞ്ഞാൽ അറിയാലോ, എ റേസ് ടു എം ബൈ എ റേസ് ടു എൻ എന്ന് പറഞ്ഞാൽ എ റേസ് ടു എം മൈനസ് എൻ ആണ്. ദാറ്റ് ഈസ് ക്യൂ റേസ് ടു 6 ബൈ 6 മൈനസ് 3 എന്ന് പറഞ്ഞാൽ ക്യൂ റേസ് ടു 3 ആണ്. മൈനസ് അതേപോലെ തന്നെ നമുക്ക് ഇവിടെയും കിട്ടാം പി റേസ് ടു 6 മൈനസ് 3 എന്നുള്ളത് പി റേസ് ടു 3 ആയിട്ട് കിട്ടും. സോ ക്യൂ ക്യൂബ് മൈനസ് പി ക്യൂബ് എന്നാണ് കിട്ടിയത്. എല്ലാവർക്കും ആൻസർ. ഇഷാനി കിട്ടിയ ആൻസർ എങ്ങനാ? ഓക്കെ ആണ്, സെറ്റാണ് ഈ പറഞ്ഞ കാര്യം. എല്ലാവർക്കും ഡിവിഷൻ ഒന്നും നോക്കാനില്ല, വെച്ച് എങ്ങനെ വേണമെങ്കിലും ചെയ്യാട്ടോ. പക്ഷെ നിങ്ങൾ ചെയ്യുന്നത് എന്താണ്? ഈ പറഞ്ഞ പോലെ ടൈം മാനേജ് ചെയ്ത് ചെയ്യാനായിട്ട് ശ്രമിക്കാം. ഓക്കെ, അപ്പൊ ദേ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാണ്. അടുത്ത ക്വസ്റ്റ്യൻ സെക്കൻഡ് വൺ ഒന്ന് ചെയ്തേ. 10x മൈനസ് 25 ഡിവൈഡഡ് ബൈ 2x മൈനസ് 5. 10x മൈനസ് 25 ഡിവൈഡഡ് ബൈ 2x മൈനസ് 5 എന്ന് പറഞ്ഞാൽ ഇവിടെ ഫസ്റ്റ് ന്യൂമറേറ്ററിലും എന്ത് വരുന്നുണ്ട്? 2 ടേംസ് വരുന്നുണ്ട്, ഡിനോമിനേറ്ററിലും 2 ടേംസ് വരുന്നുണ്ട്. അപ്പൊ നിങ്ങൾ അത് ശ്രദ്ധിച്ച് ചെയ്യുക. ഏത് മെത്തേഡ് ആയിരിക്കും ഇവിടെ എളുപ്പമായിട്ട് വരുന്നത്? കോമൺ ആയിട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ഔട്ട്സൈഡ് എടുത്ത് അത് ക്യാൻസൽ ചെയ്യുന്ന കാര്യമായിരിക്കും എളുപ്പം അല്ലെ. അതായത് ഇവിടെ 10x മൈനസ് 25 ന്യൂമറേറ്റർ നോക്കുക നിങ്ങൾ. ന്യൂമറേറ്ററിൽ 10xും ഉണ്ട് 25ഉം ഉണ്ട്. 10xന് എനിക്ക് എങ്ങനെ എഴുതാൻ പറ്റും? 5 into 2 into x എന്ന് എഴുതാൻ പറ്റും അല്ലെ. 25ന് എനിക്ക് 5 into 5 എന്ന് എഴുതാൻ പറ്റും. അപ്പൊ ഞാൻ ഇവിടെ 5 ആണ് ഔട്ട്സൈഡ് എടുക്കുന്നതെങ്കിൽ കോമൺ ആയിട്ടുള്ളത് 5 ആണ് അല്ലെ. 5 ഔട്ട്സൈഡ് എടുക്കുവാണെങ്കിൽ ഫസ്റ്റ് ടേമില് ബാക്കി ആരുണ്ട്? 2x ഉണ്ട്. മൈനസ് 25ല് 5 ഔട്ട്സൈഡ് പോയി കഴിഞ്ഞാൽ ബാക്കി ആരുണ്ട്? 5 ഉണ്ട്. അപ്പൊ അതേ നിങ്ങൾ നോക്കിക്കേ, പണി കഴിഞ്ഞു അല്ലെ. ആൻസർ എന്ത് കിട്ടി? 5 കിട്ടി. അപ്പോ ഇതേപോലെ ആണ് ടേംസ് വരുന്നതെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? കോമൺ ആയിട്ട് പുറത്തേക്ക് എടുത്ത് അതേപോലെ വരുന്ന ടേംസ് ആയിരിക്കും മിക്കവാറും ഡിനോമിനേറ്ററിൽ അവന്മാരെ ക്യാൻസൽ ചെയ്ത് കളയാൻ സാധിക്കും. ഓക്കെ ആണോ? കിട്ടിയ എല്ലാവർക്കും ഈ ഒരു മെത്തേഡ് സെറ്റ് ആണല്ലോ. ക്വസ്റ്റ്യൻസ് തരട്ടെ, വേഗം വേഗം ചെയ്യോ എല്ലാവരും? യെസ് ചെയ്യും എന്നാണ് പറയുന്നത്. അപ്പൊ നമുക്ക് ഇതേ വേഗം അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. സോ ക്വസ്റ്റ്യൻ 3 and 4 വേഗം ഒന്ന് ചെയ്തേ. ഫൗസാനെ എന്തായിരുന്നു മോന്റെ ഡൗട്ട്? ചോദിച്ചോടാ, ചോദിച്ചോ? മനസ്സിലായി ക്വസ്റ്റ്യൻ മനസ്സിലായി. നീ കഷ്ടപ്പെടണ്ട, പറഞ്ഞോ. ആ സാധനോ ഒറ്റടിക്ക് എങ്ങനാ? ആ സാറൊന്ന് പിൻ ചെയ്യാവോ? ഇത്തിരി ഒന്ന് നീക്കി പിടിച്ചേടാ കൂട്ടാ. ആ ഇതന്നെയാണ് ഞാനും ചെയ്തത്, സെയിം തന്നെയാട്ടാ. ഫസ്റ്റ് ഈ മാർക്ക് ചെയ്തിരിക്കുന്ന ക്വസ്റ്റ്യൻസ് ഒന്ന് ചെയ്ത് നോക്കിയേ. 10y into 6y plus 21 divided by 5 into 2y plus 7. യെസ് ഏബൽ കൂട്ടാ ചെയ്തു തുടങ്ങാം. നമുക്ക് എന്ത് വരും? അതേപോലെ തന്നെ എഴുതി അല്ലേ. പിന്നെ ആ ബ്രാക്കറ്റിലുള്ള ടേംസിൽ എന്തെങ്കിലും കോമൺ ആയിട്ടുണ്ടോന്നൊക്കെ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്തായിരുന്നാ? ഉണ്ടോ വല്ലതൊക്കെ? 6y എങ്ങനെ എഴുതാം? 2 into 3 into y എന്ന് എഴുതാം. 21 എങ്ങനെ എഴുതാം? 3 into 7 എഴുതാം. ആരാണ് കോമൺ? 3 കോമൺ ആണ് അല്ലെ. അപ്പൊ ഞാൻ 3 ഔട്ട്സൈഡ് എടുത്തു. ഔട്ട്സൈഡ് എടുക്കാന്ന് വെച്ചാൽ ഇവിടെ എന്തിട്ട് കൊടുക്കണം? ഇൻറ്റു ഇട്ട് കൊടുക്കണം അല്ലെ.
അപ്പൊ ഔട്ട് സൈഡ് വന്ന ബാക്കി ആരൊക്കെ ഉണ്ട്? 6 പിന്നെ ബാക്കി ആരുണ്ട്? 6 2 ഉണ്ട്, പിന്നെ ഒരു y ഉണ്ട്. അപ്പൊ 2y വന്നില്ലേടാ അല്ലേ? പ്ലസ് പിന്നെ ആരാ ഉള്ളത്? 7 ഉണ്ട്. മിടുക്കൻ. ഓക്കെ, ഡിവൈഡഡ് ബൈ 5 ഇൻറ്റു 2y പ്ലസ് 7. ഒന്നും നോക്കാനില്ല, ആക്രാന്തത്തോടെ എല്ലാവരും എന്ത് ചെയ്യും? ഇവന്മാരെ കട്ട് ചെയ്യും. കട്ട് ചെയ്തോ, ഒരു കുഴപ്പമില്ല. ഓക്കെ, അവന്മാരെ മാത്രല്ല 5ഉം 10ഉം കട്ട് ചെയ്യാം 2 ടൈംസ്. ശരിയല്ലേ? അതായത് 2y ഇൻറ്റു 3 എന്ന് വന്നു, ദാറ്റ് ഈസ് 6y എന്ന് ആൻസർ കിട്ടി. എളുപ്പത്തിൽ കിട്ടിയില്ലേ? സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റിയില്ലേ? ഈ ഒരു കോൺസെപ്റ്റ് കിട്ടിയാ പിന്നെ നിങ്ങൾക്ക് ഇതേപോലെ തകർക്കാം. എത്ര ക്വസ്റ്റ്യൻസ് കിട്ടിയാലും ചടപടേ ചെയ്യാം. കിട്ടിയ എല്ലാവർക്കും അടുത്ത ക്വസ്റ്റ്യൻ ചെയ്ത് കഴിഞ്ഞാ? അടുത്ത ക്വസ്റ്റ്യൻ ചെയ്ത് കഴിഞ്ഞായിരുന്നാ? പേപ്പറിലൊക്കെയാണ് എഴുതണത്. ആദ്യത്തെ പേജൊക്കെ തീർന്നു തോന്നുന്നു. കുറച്ചധികം എടുത്തോ, ആവശ്യം വരും. എന്താടാ പേപ്പറിലൊക്കെ എഴുതണത്? ബുക്കൊന്നും ഇല്ലേ? ഇതൊക്കെ കാറ്റി പറത്തി കളയോ? ഏയ്, അങ്ങനെ വരാൻ വഴിയില്ല എന്നല്ലേ. ചില സ്കൂളുകളിൽ ഫയലൊക്കെയാണ്, അതുകൊണ്ടായിരിക്കും പേപ്പറിൽ എഴുതുന്നതാണ് ഞാൻ വിശ്വസിക്കുന്നു. ആ ഫയലിലൊക്കെ തന്നെ എടുത്ത് വെക്കണേ. സ്കൂളിലെ ഫയലൊക്കെ അല്ലേ ട്ടാ. എന്നിട്ടാണ് ഇനി നോട്ട് കൊടുക്കണമ്പോ ഇനി പകരം ഈ നോട്ടൊക്കെ എടുത്ത് കൊടുക്കും. നിങ്ങളല്ലേ മക്കള്. ഓക്കെ, ഓൾ സ്റ്റാൻഡ് അപ്പ്. എല്ലാവരും ചാടി എണീറ്റേ. 4th ക്വസ്റ്റ്യൻ കിട്ടിയാലും കിട്ടിയില്ലെങ്കിലും ഒന്ന് എണീറ്റേ, വേഗാവട്ടെ. ഓക്കെ, അപ്പൊ നമുക്കൊന്ന് ഹാൻഡ്സ് അപ്പ് ഹാൻഡ്സ് ഡൗൺ കളിക്കാം അല്ലേ? ഡിവൈഡഡ് ബൈ 27xy into z minus 8. തകർത്തോ, ഒന്നും നോക്കണ്ട, വേഗം ചെയ്ത എല്ലാവരും. എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻ തന്നെയാണ്. സാറിന് ചെയ്യാൻ പറ്റൂലേ? സാറിന് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിസ്സാരമായിട്ട് ചെയ്യാം അല്ലേ സാറേ? യെസ്, ബിലാൽ കുട്ട പറയടാ. അവൻ കൊറേ നേരായി എനിക്ക് പറയണം മിസ്സേ എന്നൊക്കെ പറഞ്ഞ് കരയണ അവസ്ഥയാ അവൻ. ഞാൻ കാണണ്ടോ, പക്ഷെ എനിക്ക് എല്ലാവരും കൂടെ വിളിക്കാൻ പറ്റാത്തോണ്ടാണ്. 27 സ്ക്വയറാ? 27xy-യും 9x²y² എങ്ങനെ വെട്ടാം? സ്റ്റെപ്പ് പറയും മാഷേ. വാട്ട് ഈസ് ദിസ്? ഇങ്ങനെയാണ് ഉദ്ദേശിച്ചത്? അങ്ങനെയാണ് ഉദ്ദേശിച്ചത്, പക്ഷെ പോരാട്ടാ ടീച്ചർ, പോരാട്ടാ. ഒറ്റടിക്കൊക്കെ പറഞ്ഞ് ക്യാൻസൽ ചെയ്ത് ആൻസറൊക്കെ കണ്ടുപിടിച്ചാക്കിയത് അല്ലേ? എടാ, അങ്ങനെ പറയുമ്പോ എല്ലാവർക്കും കിട്ടൂലല്ലോ, അതുകൊണ്ടാണ് പറഞ്ഞത് സ്റ്റെപ്പ് പറയാനായിട്ട്. 9x²y². മോൻ അങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല, നല്ല തന്നെയാണ്. 9x²y² ഇൻറ്റു 3 ഇൻറ്റു z minus 8. കാരണം 3z-ലും 24-ലും ആര് കോമൺ ആണ്? 3 കോമൺ ആണ് അല്ലെ? അപ്പൊ 3 ഔട്ട് സൈഡ് എടുത്തു, z minus 8 എന്ന് എഴുതാം. ക്യാൻസൽ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങള് ടപ്പേ ക്യാൻസൽ ചെയ്യാം. ഓക്കെ, 27xy ഉണ്ട്, 9 ഇൻറ്റു 3 27 ആണ്. അപ്പൊ 27 ക്യാൻസൽ ആയി. പിന്നെ ബാക്കി x²y² ആണ് അല്ലെ? x²y² എന്ന് പറഞ്ഞാ പിന്നെ എന്ത് കിട്ടി ആൻസർ? xy എന്ന് കിട്ടി. കിട്ടാത്തവരുണ്ടാ? x² എന്ന് വെച്ചാൽ x ഇൻറ്റു x ആണ്, y² എന്ന് വെച്ചാൽ y ഇൻറ്റു y ആണ്. ഡിവൈഡഡ് ബൈ x ഇൻറ്റു y എന്നല്ലേ? ക്യാൻസൽ ചെയ്തൂടെ? അപ്പൊ നമുക്ക് എന്ത് കിട്ടി ആൻസർ? xy എന്ന് കിട്ടി. കിട്ടിയാൽ എല്ലാവർക്കും സിമ്പിൾ ആയിട്ട് ചെയ്ത് എല്ലാവരും ഓക്കെ ആണോ? കിട്ടാത്തവരാരും ഇല്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഓക്കെ, സോ മൂവിങ് ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ക്വസ്റ്റ്യൻ ഇത്രയേ ഉള്ളൂ, സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റുന്ന അടുത്ത മോഡലാണ്. ഇതൊന്ന് എഴുതി നോക്കി. നിങ്ങൾ എഴുതുമ്പോ തന്നെ കറക്റ്റ് ആയിട്ടുള്ള ഫോമിൽ എഴുതിക്കോട്ടോ. എക്സ് ഇൻറ്റു എക്സ് പ്ലസ് 1 ഇൻറ്റു എക്സ് പ്ലസ് 2 ഇൻറ്റു എക്സ് പ്ലസ് 3 ഡിവൈഡഡ് ബൈ എക്സ് ഇൻറ്റു എക്സ് പ്ലസ് 1. പറ ടപ്പേ ആൻസർ പറ. ടപ്പേ ആൻസർ പറ. എന്താണ് അതിനാണ് ഡൗട്ട്? തേർഡ് ക്വസ്റ്റ്യൻ പറയടാ.
ഇൻറ്റു 3 വന്നത് 6y പ്ലസ് 21 3 കോമൺ അല്ലേ? ആ 3 ഔട്ട് സൈഡ് എടുത്തു. മനസ്സിലായ? അങ്ങനെയാണ് ചെയ്യുന്നത് കേട്ടാ. ബിലാലിനോട് ചോദിക്കണോ? ഏ ആ ആ എടാ 3z മൈനസ് 24 ആര് കോമൺ ആണ്? 3z-ലും 24-ലും ആരാ കോമൺ ആയിട്ടുള്ളത്? 3. അപ്പൊ 3 ഔട്ട് സൈഡ് എടുത്ത്. ഞാനൊന്നും കണ്ടിട്ടില്ല അല്ലേ? ഇതിന്റെ ആൻസർ എല്ലാവർക്കും കിട്ടിയ എക്സ് ഇൻറ്റു എക്സ് പ്ലസ് 1 ക്യാൻസൽ ചെയ്തു പോയി കഴിഞ്ഞാൽ മക്കളെ എക്സ് പ്ലസ് 2 ഇൻറ്റു എക്സ് പ്ലസ് 3 എന്ന് കിട്ടാൻ വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ലല്ലോ അല്ലേ? അപ്പോ എക്സ് പ്ലസ് 2 ഇൻറ്റു എക്സ് പ്ലസ് 3 ആണ്. ഇത് തെറ്റിച്ചവർ ആരെങ്കിലും ഉണ്ട്? ഇത് തെറ്റിച്ചവർ ആരെങ്കിലും ഉണ്ടോ? ഇല്ല. ഉറപ്പാണോ? ആശ്വസിച്ചോട്ടെ, സമാധാനപ്പെട്ടോട്ടെ. സിദ്ധേ തത്താണ് പവർ. ഓക്കെ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നേടാ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമുക്കൊന്ന് ചെയ്യാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഫോർത്ത് ക്വസ്റ്റ്യൻ വേഗം ഒന്ന് ചെയ്തേ. ഫോർത്ത് ക്വസ്റ്റ്യൻ തനു ചോദിച്ചോ, എന്താണ് ഡൗട്ട്? സാർ ഒന്ന് പിൻ ചെയ്യാവോ? നോക്കട്ടെ, ഞാൻ ശ്രമിച്ചു നോക്കാം. അല്ല, 3xy ഇൻറ്റു 3/27 അപ്പൊ എങ്ങനെ ക്യാൻസൽ ആയി പോയി? 27 ആരായിട്ട് ക്യാൻസൽ ആയി പോയി? അപ്പോ 9 ഇൻറ്റു 3 27 ആണ്. അത് ഞാൻ സമ്മതിച്ചു. 3xy ഇൻറ്റു 3 എന്നാണ് അവിടെ ആൻസർ എഴുതിയിരിക്കുന്നത് അല്ലേ? അപ്പൊ താഴെയുള്ള 27 എന്ന് പറഞ്ഞാൽ എന്താണ്? അതിന് മുന്നത്തെ സ്റ്റെപ്പില് താഴെയുള്ള 27 എന്ന് പറഞ്ഞാല് 9 ഇൻറ്റു 3 ആണ്. ന്യൂമറേറ്ററിൽ വേറെ 9 ഇൻറ്റു 3 ഉണ്ടായിരുന്നാ? ഇല്ല. അങ്ങനെയാണ് തെറ്റണത് അല്ലേ? അപ്പോ ആ 9 ഇൻറ്റു 3 അല്ലേ 27 ആയിട്ട് ക്യാൻസൽ ചെയ്യണത്. അപ്പൊ ആ 3 ഇൻറ്റു 3 ഒന്നും അവിടെ വരില്ലല്ലോ. അത് ക്യാൻസൽ ചെയ്തു. ആൻസർ അങ്ങനെ തന്നെയാ വന്നിരിക്കുന്നത്. x²y²/xy. അതായത് x²/x എന്ന് പറഞ്ഞാൽ x ആണ്, y²/y എന്ന് പറഞ്ഞാൽ y ആണ്. ഏട്ടാ, അത് അശ്രദ്ധ കൊണ്ട് തെറ്റിച്ചിരിക്കുന്നതാണ്. ഓക്കെ, സോ ഫോർത്ത് ക്വസ്റ്റ്യൻ ചെയ്ത ആരെങ്കിലും? ഫോർത്ത് ക്വസ്റ്റ്യൻ ചെയ്തവർ ആരെങ്കിലും ഉണ്ടെന്നാണ് പറയുന്നത്. നോക്കാം നമുക്ക് എന്തായാലും. 20 ഇൻറ്റു y പ്ലസ് 4 20 ഇൻറ്റു y പ്ലസ് 4 ഇൻറ്റു y². 2y എന്ന് വേണ്ട, y² എന്നാക്കിക്കോ നിങ്ങൾ വേണമെങ്കിൽ. y² പ്ലസ് 5y പ്ലസ് 3 ഡിവൈഡഡ് ബൈ 5 ഇൻറ്റു y പ്ലസ് 4. 5 ഇൻറ്റു y പ്ലസ് 4. ഓക്കെ, കുറച്ച് പേര് 2y ഇട്ടാണോ നിങ്ങൾ ചെയ്തത്? ഓൾറെഡി 2y ഇട്ടാണോ ചെയ്തത്? y² പകരം 2y ഇട്ടാണോ ചെയ്തത്? 2y ഇട്ട് ചെയ്തെങ്കിൽ ഇനി മാറ്റണ്ട, കുഴപ്പമില്ല. ഞാൻ പറയാൻ വിട്ടുപോയി, 2y എന്നല്ല. ഓക്കെ, 2y ഇട്ടാണ് ചെയ്തെങ്കിൽ 20 ഇൻറ്റു y പ്ലസ് 4 ഇൻറ്റു 2y പ്ലസ് 5y പ്ലസ് 3 ഡിവൈഡഡ് ബൈ 5 ഇൻറ്റു y പ്ലസ് 4. ഇങ്ങനെയല്ലേ ചെയ്തത്? അങ്ങനെയാണ് ചെയ്തെങ്കിൽ ഓക്കെ. സോ ദേടാ, ഇവിടെ y പ്ലസ് 4 ആൻഡ് y പ്ലസ് 4 ക്യാൻസൽ ആയി. ഓക്കെ ആണല്ലോ? 5 20 എത്ര ടൈംസ്? 4 ടൈംസ് പോയി. അപ്പൊ അതേ ബാക്കി എന്തുണ്ട്? 4 ഇൻറ്റു
2y plus 7y 2y plus 5y എന്ന് പറഞ്ഞാൽ 7y plus എന്തെഴുതാം 3 എന്ന് എഴുതാം. 4 into 7y plus 3 എന്ന് എഴുതാം. ഓക്കെ ആണോ? കിട്ടിയ എല്ലാവർക്കും? ഇതും കിട്ടിയിട്ടുണ്ടാവുമല്ലോ. അപ്പൊ നമുക്ക് അടുത്തൊരു മെത്തേഡ് ബ്രേക്കിന് ശേഷം പഠിക്കാം. അപ്പൊ എല്ലാവരും പോയി ഒരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. ദാറ്റ് ഈസ് ഐഡന്റിറ്റിയിൽ തന്നെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് നമ്മൾ പഠിച്ചിട്ടുള്ള x+a into x+b എന്ന് പറയുന്ന ഐഡന്റിറ്റി അല്ലെ. നമ്മൾ ഓൾറെഡി 5 o'clock സെഷനിൽ ഇതിന്റെ ബേസ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു പോയതാണ്. എങ്കിലും നമുക്കത് ഒരു ക്വസ്റ്റ്യൻ ജസ്റ്റ് ഒന്ന് എന്റെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ഒന്ന് ചെയ്ത് നോക്കാം. x² + 8x + 16 എന്ന് പറഞ്ഞൊരു ക്വസ്റ്റ്യൻ ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് തന്നിരിക്കുവാണ്. ഓക്കെ, നിങ്ങൾക്ക് പല രീതിയിൽ ചെയ്യാം. അപ്പോ ഇവിടെ x² + 8x + 16 എന്ന് പറഞ്ഞൊരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് തന്നാൽ നിങ്ങൾ ചെയ്യാൻ പോകുന്നത് എന്താണ്? ഒന്നില്ലെങ്കിൽ a+b² ഫോം ആണോ, അല്ലെങ്കിൽ നമുക്ക് ഇതിനെ മിഡിൽ ടേം സ്പ്ലിറ്റ് ചെയ്യാനോ പ്രൊഡക്റ്റിന്റെ ഫോമിൽ എഴുതാൻ പറ്റുമെന്ന് നോക്കും അല്ലെ. പക്ഷെ നമുക്കിത് കാണുമ്പോൾ മനസ്സിലാവും ഇത് ഏത് ഫോമിലാണ്, a+b² ഫോമിലാണ്. നിങ്ങൾക്ക് ആ രീതിയിൽ ചെയ്യാം. ഓക്കെ, ഇനി അഥവാ നിങ്ങൾ ആ രീതിയിലല്ല ചെയ്യുന്നതെങ്കിൽ നമുക്ക് വേറൊരു മെത്തേഡ് ഇവിടെ ഉള്ളത്. ഇപ്പൊ ഇന്നലെ ഇവാനെ ചോദിച്ചു, മിസ് നമുക്ക് ഇത് x+a into x+b ആണോ അല്ലെങ്കിൽ a+b² ആണോ എന്ന് എങ്ങനെ മനസ്സിലാകും? നിങ്ങൾ എങ്ങനെ ചെയ്താലും ആൻസർ കിട്ടാൻ പോണത് അങ്ങനെയൊക്കെ തന്നെയാണ്. സെയിം ആൻസർ തന്നെയാണ് കിട്ടാൻ പോണത്. ഫോർ എക്സാമ്പിൾ x² + 8x + 16 എന്ന് പറഞ്ഞൊരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് കിട്ടിയാൽ നിങ്ങൾ ആദ്യം ചെയ്യുന്ന കാര്യം എന്താണ്? ഞാൻ പറഞ്ഞിരുന്നു ഫസ്റ്റ് ടേമും ലാസ്റ്റ് ടേമും 3 ടേംസ് ആണ് ഉള്ളത് അല്ലെ. 3 ടേംസ് ഉണ്ടെങ്കിൽ ഫസ്റ്റ് ടേമും ലാസ്റ്റ് ടേമും നിങ്ങൾ നോക്കും. ഫസ്റ്റ് ടേം എക്സിന്റെ സ്ക്വയർ ആണെന്നും ലാസ്റ്റ് ടേം 4ന്റെ സ്ക്വയർ ആണെന്ന് അറിയാം ആണല്ലോ. അപ്പൊ നമ്മൾ ഇതിനെ എങ്ങനെ എഴുതും? എക്സിന്റെ സ്ക്വയർ ആണ് ഫസ്റ്റ് ടേം, 4ന്റെ സ്ക്വയർ ആണ് ലാസ്റ്റ് ടേം. അപ്പൊ ഇൻ ബിറ്റ്വീൻ ഉള്ള ടേം നമ്മൾ ഇങ്ങനെ എഴുതി നോക്കും. 2 into 4 into x ഇങ്ങനെയല്ലേ എഴുതി നോക്കുക അല്ലെ. ദാറ്റ് ഈസ് a² plus 2ab plus b². ഈ ഫോമിൽ എഴുതും. അപ്പൊ നമുക്ക് മനസ്സിലായി ഇത് ഏത് ഐഡന്റിറ്റിയുടെ ഫോമിലാണ്? a+b² എന്ന് പറയുന്ന ഐഡന്റിറ്റിയുടെ ഫോമിലാണ് അല്ലെ. അപ്പൊ എയുടെ പൊസിഷനിൽ ആരാണ്? എയുടെ പൊസിഷനിൽ x ആണ്. ബിയുടെ പൊസിഷനിൽ ആരാണ്? 4 ആണ്. നമുക്ക് ഇതിനെ എങ്ങനെ എഴുതാം? x+4² എന്ന് എഴുതാം. ഓക്കെ ആണോ? ഇത് നമ്മൾ ഓൾറെഡി പഠിച്ച ഒരു കാര്യമാണ്. ഇനി ചില ക്വസ്റ്റ്യൻസിന്റെ കേസിൽ നിങ്ങൾക്ക് ഇതേപോലെ കിട്ടണമെന്നില്ല. ഫോർ എക്സാമ്പിൾ ഞാനിപ്പോ അടുത്തൊരു ക്വസ്റ്റ്യൻ എടുക്കുവാണ്. y² + 7y + 10 എന്നെടുക്കുവാണ്. ഓക്കെ, y² + 7y + 10 എടുക്കാണ്. y² + 7y + 10 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഫസ്റ്റ് ടേമും ലാസ്റ്റ് ടേമും നോക്കി. അപ്പൊ തന്നെ നിങ്ങൾക്ക് മനസ്സിലായി y² എന്ന് പറഞ്ഞാൽ y സ്ക്വയർ ആണ്. പക്ഷെ 10 എന്ന് പറഞ്ഞാൽ എന്തിന്റെ സ്ക്വയർ അല്ല? ഒന്നിന്റെ പെർഫെക്റ്റ് സ്ക്വയർ ആയിട്ട് വരുന്ന നമ്പർ അല്ല അല്ലെ. അപ്പൊ നമുക്ക് എടുക്കാൻ പറ്റുന്ന അടുത്തൊരു കാര്യമാണ്, നമ്മൾ നോക്കേണ്ടത് ഇത്രയേ ഉള്ളൂ, കോൺസ്റ്റന്റ് ആയിട്ട് വരുന്ന ടേം ദിസ് 10 അല്ലേ. അപ്പൊ നമ്മൾ എടുക്കുന്നത് ഏതൊക്കെ 2 നമ്പേഴ്സ് മൾട്ടിപ്ലൈ ചെയ്താലാണ് 10 എന്ന് പറയുന്ന നമ്പർ കിട്ടുന്നത്. ഓക്കെ, അതായത് പ്രോഡക്റ്റ് 10 ആയിട്ട് കിട്ടുന്ന ഏത് കേസ് ഒക്കെ നമ്മുടെ കയ്യിലുണ്ട്. അതേപോലെ തന്നെ നെക്സ്റ്റ് ഒരു കണ്ടീഷൻ നമ്മൾ ചെക്ക് ചെയ്യേണ്ടത് സമ്മ് 7 ആയിട്ട് കിട്ടുന്ന ഏതൊക്കെ കണ്ടീഷൻ ഉണ്ട്. സമ്മ് 7 ആയിട്ട് കിട്ടുന്നത് എന്ന് പറഞ്ഞാൽ വൈയുടെ കോഎഫിഷ്യന്റ് എന്താണോ അതാണ് നമുക്ക് സം കിട്ടേണ്ടത്. അവിടെ വരുന്ന കോൺസ്റ്റന്റ് എന്ന് പറയാനുള്ള കാരണം ഇവിടെ 1 ആയതുകൊണ്ടാണ് കേട്ടോ ഞാനിത് കോൺസ്റ്റന്റ് ടേം എടുത്തിരിക്കുന്നത്. വേറെ ടേംസ് ഒക്കെ ആണെങ്കിൽ ചേഞ്ച് ഉണ്ട്, അത് നിങ്ങളിപ്പോ പഠിക്കാനില്ല എന്തായാലും. ഓക്കെ, അപ്പൊ അതേ പ്രോഡക്റ്റ് 10ഉം സമ്മ് 7ഉമായിട്ടുള്ള ഏതൊക്കെ 2 നമ്പേഴ്സ് നമ്മുടെ കയ്യിലുണ്ട് എന്നാണ് നമ്മൾ ഫസ്റ്റ് കണ്ടുപിടിക്കേണ്ടത് അല്ലെ. അപ്പൊ അത് കണ്ടുപിടിക്കാൻ നമുക്ക് എന്ത് ചെയ്യാം? 7 എടുക്കുന്ന കേസ് ഇമ്പോസിബിൾ ആണ് അല്ലെ. നമുക്ക് ഏതൊക്കെ 2 നമ്പേഴ്സ് ആഡ് ചെയ്താൽ 7 കിട്ടുന്ന വെച്ചാൽ കോടാനുകൂടി നമ്പേഴ്സ് ഉണ്ട് അല്ലെ. അപ്പൊ ഞാൻ പ്രോഡക്റ്റിന്റെ കേസ് എടുക്കുകയാണ്. പ്രോഡക്റ്റിന്റെ കേസിൽ 10 കിട്ടാൻ ഏതൊക്കെയാണ് പോസിബിൾ? ഒന്നില്ലെങ്കിൽ 10 into 1 അല്ലെങ്കിൽ 2 into 7 അല്ലേ പോസിബിൾ ആയിട്ടുള്ളൂ അല്ലെ. ഇതിൽ ഏതെങ്കിലും ഒരു കേസ് ആണ് നമുക്ക് ഇവിടെ പോസിബിൾ ആയിട്ടുള്ളത്. 2 into 5 ഓക്കെ ആണല്ലോ. അപ്പൊ 10 into 1 എന്ന് പറഞ്ഞാലും 10 ആണ്, 2 into 5 എന്ന് പറഞ്ഞാലും 10 ആണ്. ക്ലിയർ ആണോ പറഞ്ഞ കാര്യം? അപ്പൊ നമ്മൾ നോക്കേണ്ടത് ഇത്രയുള്ളടാ, പ്രോഡക്റ്റ് 10ഉം കിട്ടണം, സമ്മ് 7ഉം കിട്ടുന്ന ഏതൊക്കെ 2 നമ്പേഴ്സ് ഉണ്ട് ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന. 10 into 1 എന്ന് പറഞ്ഞാൽ 10 കിട്ടി, പക്ഷെ 10 + 1 10 - 1 ഒക്കെ ചെയ്യുമ്പോൾ 7 കിട്ടുന്നുണ്ടോ?
ഇല്ല അല്ലെ. അപ്പൊ നമുക്ക് ഏത് കണ്ടീഷൻ മാത്രമാണ് പോസിബിൾ ആയിട്ടുള്ളത്? 2ഉം 5 എന്ന് പറയുന്ന നമ്പേഴ്സ് ആണ് അല്ലെ. എന്തുകൊണ്ട്? 2 into 5 ചെയ്താൽ 10 കിട്ടും, 2 plus 5 ചെയ്താൽ 7 കിട്ടും. ക്ലിയർ ആണോ പറഞ്ഞത്? ഓക്കെ ആണോ? അപ്പൊ നമ്മൾ ഏതൊക്കെ 2 നമ്പേഴ്സ് ആണ് ഐഡന്റിഫൈ ചെയ്തു? ദാറ്റ് ഈസ് 2,5 ആണെന്ന് ഐഡന്റിഫൈ ചെയ്തു ആണല്ലോ. ആ നമ്പേഴ്സ് ഐഡന്റിഫൈ ചെയ്താൽ നമുക്ക് ഈ തന്നിരിക്കുന്ന ക്വസ്റ്റിന് എങ്ങനെ എഴുതാൻ സാധിക്കും? y² plus 7y എന്നുള്ളതിനെ നമുക്ക് എന്ത് ചെയ്യാം? ഈ നമ്പേഴ്സ് വെച്ച് സ്പ്ലിറ്റ് ചെയ്ത് എഴുതാം. ദാറ്റ് ഈസ് നമുക്ക് കിട്ടിയ 2 നമ്പേഴ്സ് ഏതൊക്കെയാണ്? 2ഉം 5ഉം അല്ലേ അല്ലേ. അവിടെ വരുന്ന വേരിയബിൾ ഏതാണോ അത് അവിടെ ഇട്ട് കൊടുക്കുക. ദാറ്റ് ഈസ് 2y plus 5y. ഓക്കെ ആണോ? 2ഉം 5ഉം ആണ് നമുക്ക് കിട്ടിയ നമ്പേഴ്സ് എങ്കിൽ 2yയും 5yയും നോക്കാം, പ്രശ്നമില്ലല്ലോ. പ്ലസ് 10 നോക്കാം. ഇനി ബാക്കിയൊക്കെ നമ്മൾ നേരത്തെ പഠിച്ചിട്ടുള്ള കാര്യം തന്നെ. ദാറ്റ് ഈസ് ഫസ്റ്റ് 2 ടേംസ് ഗ്രൂപ്പ് ചെയ്യും, നെക്സ്റ്റ് 2 ടേംസ് ഗ്രൂപ്പ് ചെയ്യും അല്ലെ. ഫസ്റ്റ് 2 ടേംസിൽ ആരാണോ കോമൺ? ആരാണ് കോമൺ ഫസ്റ്റ് 2 ടേംസിൽ? y എന്ന് പറയുന്നത് കോമൺ ആണ്. ഫസ്റ്റ് 2 ടേംസിൽ y കോമൺ ആണെങ്കിൽ y ഔട്ട്സൈഡ് എടുത്തു. ബാക്കി ആര് വന്നു? y² ആകാൻ yനെ y വെച്ച് മൾട്ടിപ്ലൈ ചെയ്യണം. 2y ആകാൻ yനെ 2 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പൊ y into y plus 2 എന്ന് കിട്ടിയില്ലേ. പിന്നെ നമ്മൾ എന്ത് ചെയ്യും? പ്ലസ് 5y plus 10 ആണ്. 5y plus 10 ആര് കോമൺ ആണ്? 5y plus 10 5 കോമൺ ആണ് ആണല്ലോ. അപ്പൊ ദേ 5 ഔട്ട്സൈഡ് എടുത്തു. ബാക്കി ആര് വന്നു? y plus 2 വന്നു. ഓക്കെ. അപ്പൊ ദേ y plus 2 എന്നുള്ളത് ഫസ്റ്റ് ടേമിലും സെക്കൻഡ് ടേമിലും കോമൺ ആയിട്ട് കിട്ടി ആണല്ലോ. സോ y plus 2 കോമൺ ആണെങ്കിൽ ബാക്കി വന്നവർ ഒരുമിച്ച് എഴുതാലോ. ബാക്കി വന്നവർ ഒരുമിച്ച് എഴുതിക്കൂടെ? ദാറ്റ് ഈസ് എന്ത് വന്നു? y plus 2 into y plus 5. y plus 2 into y plus 5. ചെയ്ത രീതി ഓക്കെ ആണോ? ഓൾറെഡി 5 o'clock സെഷൻ കയറിയവർക്കാണെങ്കിൽ ഇപ്പൊ കുറച്ചധികം ക്വസ്റ്റ്യൻസ് ആയി, കുറച്ചുകൂടി എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്നുണ്ടാകും. അപ്പോൾ ചെയ്യേണ്ട രീതി ഇതാണ്. പ്രോഡക്റ്റ് 10ഉം സമ്മ് 7ഉം, അതായത് വൈയുടെ കോഎഫിഷ്യന്റ് കിട്ടുന്ന നമ്പർ ഏതാണോ അതാണ് സമ്മായിട്ട് എടുക്കേണ്ടത്. ആ കോൺസ്റ്റന്റ് ടേം ആണ് പ്രോഡക്റ്റ് ആയിട്ട് എടുക്കേണ്ടത്. നമ്മൾ പ്രോഡക്റ്റ് എഴുതി നോക്കും. പ്രോഡക്റ്റ് എഴുതി നോക്കുമ്പോൾ നമുക്ക് ആ പ്രോഡക്റ്റിലെ ഏത് നമ്പേഴ്സ് ആണ് ഈ പറയുന്ന 2 കണ്ടീഷനും സാറ്റിസ്ഫൈ ചെയ്യുന്നത്, ആ നമ്പേഴ്സ് ആണ് നമ്മൾ അവിടെ കൺസിഡർ ചെയ്യേണ്ടത്. ഓക്കെ അല്ലേ പറഞ്ഞത്? സെറ്റ് ആണോ? അടുത്ത ക്വസ്റ്റ്യൻ തന്നാൽ തനിയൊന്ന് ചെയ്യാൻ പറ്റുമോ? മൈനസ് ഇട്ടൊരു ക്വസ്റ്റ്യൻ ഞാൻ തരാൻ പോവാണ്. ഒന്ന് നിങ്ങൾ ചെയ്ത് നോക്ക്, കിട്ടുന്നുണ്ടോ എന്നുള്ളത് നോക്കാട്ടോ. ദാറ്റ് ഈസ് y² minus 7y plus 12. y² minus 7y plus 12. പാർവതിക്ക് ഡൗട്ട് ആണോടാ? ചോദിച്ചോ. പാർവതിയുടെ ഇതുവരെയും ശരിയായിട്ടില്ല അല്ലേ. ഇനി അൺമ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാലോ അത് ബ്ലാങ്ക് ആയി പോകും. പാർവതി ചോദിക്കടാ. പറഞ്ഞോ. വേറെ ഈ ക്വസ്റ്റ്യനിലാണോ? ഇപ്പൊ പറഞ്ഞ ക്വസ്റ്റ്യനിലാണോ എന്തെങ്കിലും ഡൗട്ട് ഉള്ളത്? ആ, ഏത് ക്വസ്റ്റ്യൻ ആണ്? തൊട്ട് മുന്നേ ചെയ്ത ക്വസ്റ്റ്യൻ ആണോ? ആ, അതില് വൈ ആ y into y plus 2 എങ്ങനെ വന്നെന്നാ? y² ആ y²ലും 2yലും കോമൺ ആയിട്ടുള്ള ആളാരാ? ആ y എവിടെ വന്നു? ഓക്കെ. y² minus 7y plus 12 ചെയ്ത് കംപ്ലീറ്റ് ആയ ഒരു ഡാറ്റ എന്നേ. y² minus 7y plus 12 ചെയ്ത് കംപ്ലീറ്റ് ആയവര്. ഓക്കെ. ദേവക് മിടുക്കന്റെ കഴിഞ്ഞു, ദേവനാരായണന്റെ കഴിഞ്ഞു, അഫ്രിൻ, ഇവാന, ബിലാൽ, പ്രണവ്, റോഹിൻ. ഓക്കെ 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 ഓക്കെ, അടിപൊളി. നോക്കാം നമുക്ക്. y² minus 7y plus 12 എന്ന് പറഞ്ഞ ഫസ്റ്റ് ഞാൻ y² minus 7y plus 12 എടുത്തു.
ഇതില് നമുക്ക് നോക്കേണ്ട ഫസ്റ്റ് കാര്യം പ്രോഡക്റ്റ് എന്ത് കിട്ടണം? സാർ ഒരാളൊന്ന് അൺമ്യൂട്ട് ചെയ്തോ. ദേവനാരായൺ പറയടാ, പ്രോഡക്റ്റ് എന്ത് കിട്ടണം മോനെ? വേണ്ട, ഫൈനൽ ആൻസർ ആണ് എനിക്ക്. പ്രോഡക്റ്റ് മതി. എഴുതേതടാ, സ്റ്റെപ്പ് ഒന്നും വേണ്ട അല്ലേ. പ്രോഡക്റ്റ് 12 കിട്ടണം, സമ്മ് -7 കിട്ടുന്ന 2 നമ്പേഴ്സ് ഏതൊക്കെയാണെന്നല്ലേ നോക്കിയത് അല്ലേ? അതായത് അവൻ ഡയറക്റ്റ് ഒക്കെ ചെയ്ത് വെച്ചിരിക്കണം. അവരോട് ഞാൻ ഇങ്ങനെയൊക്കെ ചോദിച്ചാൽ അവനെന്നെ തല്ലും അല്ലേ. 12 എന്ന് പറഞ്ഞാൽ 1 into 12 ആണെന്ന് അറിയാം, അതേപോലെ 2 into 6 ആണെന്ന് അറിയാം, 3 into 4 ആണെന്ന് അറിയാം അല്ലേ. അപ്പൊ നമ്മൾ ചെക്ക് ചെയ്യുന്ന കാര്യം എന്താ? ഇതിൽ നമുക്ക് ഇനി ഏത് കണ്ടീഷൻ ആണ് പോസിബിൾ? ഈ ക്വസ്റ്റ്യൻ കഴിഞ്ഞവർ അടുത്തടുത്ത ക്വസ്റ്റ്യൻസ് ചെയ്ത് നോക്കിക്കോട്ടാ, യാതൊരു പ്രശ്നവുമില്ല. അപ്പൊ അതെ 1 into 12, 2 into 6, 3 into 4 ഇതിൽ ഏതാണ് നമുക്ക് പോസിബിൾ എന്നല്ലേ നമ്മൾ നോക്കേണ്ടത്. 1 into 12 2 into 6 എന്തായാലും പോസിബിൾ അല്ല എന്ന് മനസ്സിലായി. കാരണം എന്താണ്? നമുക്ക് ഒരിക്കലും ആഡ് ചെയ്യുമ്പോഴോ സബ്ട്രാക്ട് ചെയ്യുമ്പോഴോ എന്ത് കിട്ടാൻ പോണില്ല? 7 കിട്ടാൻ പോണില്ല അല്ലേ. ലാസ്റ്റ് കണ്ടീഷനിൽ എന്ത് പോസിബിൾ ആണ്? 3ഉം 4ഉം ആണ്. 3ഉം 4ഉം ആഡ് ചെയ്താൽ 7 കിട്ടും, ശരിയാണല്ലോ. 3ഉം 4ഉം ആഡ് ചെയ്താൽ 7 കിട്ടും. 3ഉം 4ഉം മൾട്ടിപ്ലൈ ചെയ്താൽ 12ഉം കിട്ടും അല്ലേ. പിന്നെ നമുക്കൊരു നെഗറ്റീവിന്റെ പ്രശ്നമാണ്. നെഗറ്റീവിന്റെ പ്രശ്നം എങ്ങനെ പരിഹരിക്കാൻ ഞാൻ നേരത്തെ പറഞ്ഞു തന്നിട്ടുണ്ടല്ലോ അല്ലെ. അതായത് നെഗറ്റീവ് ഇൻറ്റു നെഗറ്റീവ് പോസിറ്റീവ് ആണ്, നെഗറ്റീവ് പ്ലസ് നെഗറ്റീവ് നെഗറ്റീവുമാണ് ആണല്ലോ. അപ്പൊ നമുക്ക് ദേ നോക്കുമ്പോ കിട്ടേണ്ട കണ്ടീഷൻ പ്രോഡക്റ്റ് എന്നുള്ളത് പോസിറ്റീവ് ആണെങ്കിൽ, മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ പോസിറ്റീവ് കിട്ടണമെങ്കിൽ ആകെ 2 കണ്ടീഷൻ ഉള്ളൂ. എന്താണ്? ഒന്നില്ലെങ്കിൽ രണ്ടും നെഗറ്റീവ് ആയിരിക്കണം, അല്ലെങ്കിൽ രണ്ടും പോസിറ്റീവ് ആയിരിക്കണം അല്ലെ. എന്നാൽ മാത്രമേ നമുക്ക് കിട്ടുന്ന ആൻസർ പോസിറ്റീവ് ആകുള്ളൂ പ്രോഡക്റ്റിന്റെ കേസിൽ. അപ്പൊ നമുക്ക് മനസ്സിലായി രണ്ടും പോസിറ്റീവ് അല്ല എന്തായാലും. കാരണം പോസിറ്റീവ് ആണെങ്കിൽ സമ്മും +7 എന്നല്ലേ വരുള്ളൂ അല്ലെ. അപ്പൊ നമ്മൾ അടുത്ത കണ്ടീഷൻ ചെക്ക് ചെയ്ത് നോക്കുക. ദാറ്റ് ഇസ് -3 into -4 ചെയ്താൽ എന്ത് കിട്ടും? 12 കിട്ടും. -3 + -4 ചെയ്താൽ എന്ത് കിട്ടും? -7 കിട്ടും, ശരിയല്ലേ. കാരണം സെയിം സൈൻ ആണെങ്കിൽ ആഡ് ചെയ്ത് സെയിം സൈൻ ഇടണം നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഈ നമ്പറിനെ എങ്ങനെ സ്പ്ലിറ്റ് ചെയ്യാം? y² - 3y - 4y + 12 എന്ന് സ്പ്ലിറ്റ് ചെയ്യാം അല്ലെ. കാരണം നമുക്ക് അവിടെ കിട്ടിയ നമ്പേഴ്സ് -3ഉം -4ഉം ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? y² - 3y - 4y + 12 എന്ന് എഴുതാൻ സാധിക്കും. That is equal to first 2 terms ഗ്രൂപ്പ് ചെയ്യും, നെക്സ്റ്റ് 2 terms ഗ്രൂപ്പ് ചെയ്യും ആണല്ലോ. അപ്പൊ ഒരാളൊന്ന് അൺമ്യൂട്ട് ചെയ്തോ സാറേ, ആരാണ് പറയുന്നത്? y² - 3y ആരാണ് കോമൺ ആയിട്ടുള്ളത്? y കോമൺ ആണ്. അപ്പൊ എന്ത് വരും? y into y - 3 വരും. ഇടുക്കി. പിന്നെ അടുത്ത ടേംസിൽ ആരാ കോമൺ ആയിട്ടുള്ളത്? 4 എടുത്തു. 4 എടുത്താൽ നിങ്ങൾ ആലോചിക്കുക, 4 എടുത്താൽ ഈ മൈനസ് ഇവിടെ വരും അല്ലെ. -y എന്നുള്ളതായിരിക്കും ബ്രാക്കറ്റിൽ വരാൻ പോണത് ആണോ. അപ്പൊ എന്ത് ചെയ്യണം? -y അല്ല നമുക്ക് വേണ്ടത്, y ആണ് വേണ്ടത്. അപ്പൊ -4 വേണം ഔട്ട് സൈഡ് എടുക്കാൻ. ഓക്കെ ആണോ? -4 ഔട്ട് സൈഡ് വന്നു കഴിഞ്ഞാൽ ബ്രാക്കറ്റിൽ ദേ y ഉണ്ടാകും പ്ലസ് ഓൾറെഡി നമ്മൾ കണ്ടാണ് -4 into -3 ചെയ്യുമ്പോഴല്ലേ 12 കിട്ടുന്നത് അല്ലെ. അപ്പൊ -4 ഔട്ട് സൈഡ് വന്നു കഴിഞ്ഞാൽ ബാക്കി ആരുണ്ട് ഇവിടെ? -3 ആയിരിക്കും. ഓക്കെ. അപ്പൊ y into y - 3 -4 into y - 3 എന്ന് കിട്ടി. സോ ദാറ്റ് ഈസ് y - 3 രണ്ടിലും കോമൺ ആയതുകൊണ്ട് y - 3 ഔട്ട് സൈഡ് എടുക്കാം, ശരിയല്ലേ. ബാക്കിയുള്ള ടേംസ് ഒരുമിച്ച് എഴുതാം. ദാറ്റ് ഈസ് ഏതൊക്കെയാണ്? y - 3 into y - 4. കിട്ടിയ എല്ലാവർക്കും ക്ലിയർ ആണോ? സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. പക്ഷെ നിങ്ങൾക്ക് ഈ നെഗറ്റീവ് നമ്പേഴ്സിന്റെ ഒരു കോൺസെപ്റ്റ് കറക്റ്റ് ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് പ്രശ്നമാകും. ഓക്കെ ആണല്ലോ? കിട്ടിയില്ല എല്ലാവർക്കും? കിട്ടാത്തവരാരെങ്കിലും ഉണ്ടോ ഇനി? ഇല്ല. അടുത്ത ക്വസ്റ്റ്യൻ ഒന്ന് ചെയ്യാവോ? അങ്ങനെയാണെങ്കിൽ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 3m² + 9m + 6. 3m² + 9m + 6. 3m² + 9m + 6
മക്കളിവിടെ അതുൽ സാർ ഡാൻസ് ഒക്കെ കളിക്കുന്നുണ്ട്. ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് മറ്റേ ഇവിടെ എന്തോ ഫംഗ്ഷൻ നടക്കണ്ട, മുക്കാവിലേക്കാണ് വരുന്നത് പാട്ടൊക്കെ. സാറിവിടെ ഡാൻസ് ഒക്കെ കളിച്ചോണ്ടിരിക്കുന്നുണ്ട്. 3m² + 9m + 6 എങ്ങനെ ചെയ്യണം എന്നുള്ളൊരു ഐഡിയ ഒക്കെ കിട്ടിയ ആർക്കെങ്കിലൊക്കെ? സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റും. 3m² 9m6 ആര് കോമൺ ആണ്? ഇവന്മാരിൽ എല്ലാവരിലും ആര് കോമൺ ആണ്? പറ. യെസ്, 3 കോമൺ ആണ് അല്ലേ? അപ്പൊ ഞാൻ 3 ഔട്ട്സൈഡ് എടുക്കുന്നു. 3 ഔട്ട്സൈഡ് എടുത്താൽ ബാക്കി എന്തൊക്കെ ഉണ്ടാകും? 3 പോയി കഴിഞ്ഞാൽ ഇവിടെ m² ഉണ്ടാകും. 3 × 3 ആണ് 9m, സോ ഇവിടെ 3m ഉണ്ടാകും. +6ൽ നിന്നും 3 പോയി കഴിഞ്ഞാൽ 2 ഉണ്ടാകും. ഓക്കെ ആണല്ലോ? ഇതല്ല ഇതിന്റെ ആൻസർ അല്ലേ? കാരണം എന്താണ്? വീണ്ടും 3 × m² + 3m + 2 എന്നുള്ള ഫോമായി. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ഈ പറയുന്നതിനെ നേരത്തെ ചെയ്ത രീതിയിലാക്കാൻ പറ്റുമോ എന്നല്ലേ നോക്കേണ്ടത്? ആണല്ലോ. സോ നമുക്ക് അവിടെ ഒന്ന് എഴുതി നോക്കാം. 3m + 2 എന്നാണ് വന്നിരിക്കുന്നത്. ദാറ്റ് ഈസ് പ്രോഡക്റ്റ് 2ഉം കിട്ടണം, അതേപോലെ തന്നെ സമ്മ് 3ഉം കിട്ടണം. ഏതൊക്കെ 2 നമ്പേഴ്സ് ആണ് പോസിബിൾ? ഒറ്റയടിക്ക് എഴുതാൻ പറ്റൂലേ? കാണിച്ചേ, സ്ക്രീനിൽ കാണിച്ചേ. ഏതൊക്കെയാണ്? 2ഉം 1ഉമാണ്. 1 × 2 എന്ന് പറഞ്ഞാൽ 2 ആണ്. 1 + 2 എന്ന് പറഞ്ഞാൽ 3 ആണ്. അപ്പൊ ഞാൻ എന്ത് ചെയ്തിന? 3 × m² + 3m + 2 m² + 2m + m + 2 എന്നെഴുതാണ്. ഇത് മനസ്സിലായ? പ്രോഡക്റ്റ് 2 കിട്ടണമെങ്കിൽ 1 × 2 ആണ് പോസിബിൾ അല്ലെ? അപ്പൊ 1ന് പകരമാണ് m എഴുതിയിരിക്കണം. വേണമെങ്കിൽ തെറ്റിപ്പോവാണ്ടിരിക്കാൻ 1m ഇട്ടോ. ഇനി 2ന് പകരം നമുക്ക് എന്തിടാം? 2m ഇടാം. ക്ലിയർ ആണല്ലോ പറഞ്ഞ കാര്യം? ഓക്കെ. ദെൻ നമ്മൾ എന്ത് ചെയ്യും? 3 × ഫസ്റ്റ് 2 ടേംസ് ഗ്രൂപ്പ് ചെയ്യാ, നെക്സ്റ്റ് 2 ടേംസ് ഗ്രൂപ്പ് ചെയ്യാ എന്ന് പറഞ്ഞാൽ ദേടാ നമുക്ക് ഇങ്ങനെ എഴുതിക്കൂടെ അതിനാ? ഇവിടെ m കോമൺ ആണ്. ഫസ്റ്റ് 2 ടേംസില് m കോമൺ ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? m ഔട്ട്സൈഡ് എടുക്കുന്നു, ബാക്കിയുള്ള ടേംസ് m + 2 എന്ന് എഴുതുന്നു അല്ലേ? പിന്നെ ബാക്കി അവിടെ കിടക്കുന്നത് m + 2 എന്ന് തന്നെയാണ്. അപ്പൊ നമ്മൾ വേറൊന്നും ചെക്ക് ചെയ്യേണ്ട ആവശ്യമില്ല അവിടെ അല്ലേ? കാരണം നമുക്ക് മനസ്സിലായി m + 2 എന്നുള്ളതാണ് അവിടെ കോമൺ ആയിട്ട് വരുന്ന ടേം ആണല്ലോ. അപ്പൊ ഞാൻ ഇവിടെ ചെയ്യുന്നത് 3 അതേപോലെ തന്നെ ഇട്ടു. ഇവിടെയും m + 2 ഉണ്ട്, ഇവിടെയും m + 2 ഉണ്ട്. ഞാൻ ആ m + 2 ഔട്ട്സൈഡ് എടുത്താൽ കുഴപ്പമൊന്നുമില്ലല്ലോ അല്ലെ? ആ m + 2 ഞാൻ ഔട്ട്സൈഡ് എടുക്കുന്നു. m + 2 പോയി കഴിഞ്ഞാൽ ബാക്കി ഇവിടെ ആരാണുള്ളത്? ഇവിടെ ഒരു m ഉണ്ട്. ഈ m + 2 മൊത്തത്തിൽ ഔട്ട്സൈഡ് ആയി, മൊത്തത്തിൽ തള്ളിക്കളഞ്ഞു അല്ലെ? അപ്പൊ 0 എന്ന് എഴുതാൻ പാടുണ്ടാ? ആ ടേം അങ്ങനെ പാടി പോയി കഴിഞ്ഞാൽ 0 എന്ന് എഴുതാൻ പാടുണ്ടാ? ഇല്ല. എന്തുകൊണ്ട്? m + 2 × 1 അല്ലേ m + 2 എന്ന് പറയുന്നത്? ആണല്ലോ. അപ്പൊ m + 2 ഔട്ട്സൈഡ് എടുത്താൽ റിമൈനിങ് അവിടെ ആരാണുള്ളത്? 1 ആണ്. സോ ദ ആൻസർ വിൽ ബി 3 × m + 2 × m + 1. 3 × m + 2 × m + 1 എന്നായിരിക്കും ആൻസർ വരുന്നത്. കിട്ടിയാ? അപ്പോ ഇപ്പൊ നിങ്ങൾക്ക് ഒത്തിരി കൂടി എളുപ്പത്തിൽ ഇങ്ങനെ ഓരോ സ്റ്റെപ്പുകൾ കുറച്ച് എഴുതാൻ പറ്റുന്നുണ്ടാവും അല്ലെ? പ്രോഡക്റ്റ് സം അങ്ങനത്തെ സ്റ്റെപ്പുകൾ ഇല്ലാതെ ഡയറക്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടാവും. ഈ ഒരു രീതിയിൽ നമുക്ക് ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ചെയ്ത് പഠിക്കാനായിട്ട് പറ്റുള്ളൂ കേട്ടോ. ഓക്കെ ആണോ? കിട്ടിയ എല്ലാവർക്കും? അദ്വൈത് ഡൗട്ട് ആണോ? യെസ് ചോദിച്ചോ മക്കളെ. കഴിഞ്ഞവരപ്പോഴേക്കും ബാക്കിയുള്ളവരെ വേഗം അടുത്ത ക്വസ്റ്റ്യൻസ് ഒന്ന് ചെയ്തേ. Ma'am, so this one, no problem if the sides are changing, not just its multiplication. മനസ്സിലായില്ല എനിക്ക്. ഇപ്പൊ പറഞ്ഞ ക്വസ്റ്റ്യനിലാണോ? അതില് bracket m + 2 bracket close bracket m + 1 bracket. So if that position change, still no problem, no? No problem. 3 × m + 1 × m + 2 എന്ന് എഴുതിയാലും കറക്റ്റ് ആണ്. നമ്മൾ ആ 2ഉം 1ഉം എഴുതുന്ന എവിടെയാണെന്നുള്ളതിന് പ്രശ്നമില്ല കേട്ടോ. ഫസ്റ്റ് 2 എഴുതി നെക്സ്റ്റ് 1 എഴുതി അങ്ങനെ പ്രശ്നമൊന്നുമില്ല. നിങ്ങൾ ആ 2m + m എന്നുള്ള സംഭവം അവിടെ വന്നാൽ മതി എവിടെയെങ്കിലും കേട്ടാ. ഓക്കേടാ. 5pq × p² - q² ഡിവൈഡഡ് ബൈ 2p × p + q. ക്വസ്റ്റ്യൻ എങ്ങനെയല്ലേ? 5pq
into p square minus q square divided by 2p into p plus q. ഇതിപ്പോ ഞാൻ ഈ ചെയ്യിക്കുന്ന ക്വസ്റ്റ്യൻസ് എല്ലാം ഈ ചാപ്റ്റർ മൊത്തം നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് തന്നെയാണ് കേട്ടോ. അപ്പൊ ദേ നോക്കിക്കേ മക്കളെ, 5pq into p square minus q square. p square minus q square എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം അത് ഏത് ഫോമിലാണ് കിടക്കുന്നത്, ഏത് ഐഡന്റിറ്റി ഫോമിലാണ്? a plus b into a minus b ഫോമിലല്ലേ? ആണല്ലോ. അപ്പൊ നമുക്ക് 5pq into p square minus q square എങ്ങനെ എക്സ്പാൻഡ് ചെയ്യാം? സാർ ഒരാളൊന്ന് അൺമ്യൂട്ട് ചെയ്തോ. p square minus q square എങ്ങനെ എക്സ്പാൻഡ് ചെയ്യാം? ഋത്തിക പറഞ്ഞോടാ, എങ്ങനെ എക്സ്പാൻഡ് ചെയ്യാൻ പറ്റും? p plus q p plus q into p minus q എന്ന് എക്സ്പാൻഡ് ചെയ്യാൻ പറ്റും അല്ലെ? a square minus b square എന്ന് പറഞ്ഞാലും p square minus q square എന്ന് പറഞ്ഞാലും സെയിം ആണ് അല്ലെ? അപ്പൊ നമുക്ക് 5pq into p plus q into p minus q എന്ന് എഴുതാം, ഡിവൈഡഡ് ബൈ 2p into p plus q. 2p into p plus q സിമ്പിൾ ആയിട്ട് ക്യാൻസൽ ചെയ്തൂടെ? ആരെയൊക്കെ ക്യാൻസൽ ചെയ്യും നമ്മള്? p plus q നെയും p plus q നെയും ക്യാൻസൽ ചെയ്യും, p നെയും ക്യാൻസൽ ചെയ്യും. ബാക്കി ആരുണ്ട്? 5q into p minus q divided by 2. 5q into p minus q divided by 2. ഓക്കെ ആണോ? കിട്ടിയില്ല എല്ലാവർക്കും ഇത്? അപ്പൊ a square minus b square എന്ന് പറയുന്ന ഐഡന്റിറ്റിയും വളരെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. കാരണം അതും നമുക്ക് ഈ തരുന്ന ക്വസ്റ്റ്യൻസിലെല്ലാം വരാൻ സാധ്യതയുള്ളതാണ്. Okay, so 5 into q into p minus q divided by 2. Okay, അപ്പൊ സിക്സ്ത് ക്വസ്റ്റ്യൻ ചെയ്തോ? സിക്സ്ത് ക്വസ്റ്റ്യൻ ഇതിലെ സിക്സ്ത് ക്വസ്റ്റ്യൻ ചെയ്യാം. 12xy into 9x square minus 16y square divided by 4xy into 3x plus 4y. Sixth question. 12xy into 9x square minus 16y square divided by 4xy into 3x plus 4y. ആരെയൊക്കെ നമുക്ക് ക്യാൻസൽ ചെയ്യാം? ഒറ്റയടിക്ക് ക്യാൻസൽ ചെയ്യാൻ പറ്റുന്ന ആൾക്കാരെയൊക്കെ ക്യാൻസൽ ചെയ്തു നിങ്ങൾ. ദേ ഇവിടെ xy ഉണ്ട്, ക്യാൻസൽ ചെയ്തു അല്ലെ? 4 12 3 ടൈംസ് ആ പരിപാടികളെല്ലാം കഴിഞ്ഞു. ഇനി നമുക്ക് അടുത്ത ടേംസ് ഒന്ന് നോക്കാം. ദാറ്റ് ഈസ് 3 into 9x square minus 16y square ആണ് ന്യൂമറേറ്ററിൽ ആണല്ലോ. അപ്പൊ നിങ്ങൾ നോക്കേണ്ട കാര്യം എന്താണ്? 9x square minus 16y square എന്ന് പറഞ്ഞാൽ നമ്മൾ അന്നേരത്ത് പഠിച്ചില്ലേ? ഏത് ഫോം ആണ്? ഒരു ടേമിന്റെ സ്ക്വയർ മൈനസ് നെക്സ്റ്റ് ടേമിന്റെ സ്ക്വയർ എന്നുള്ള ഫോമിലല്ലേ വന്നിരിക്കുന്നത്? ആണല്ലോ. അപ്പോ 1 ടേമിന്റെ സ്ക്വയർ മൈനസ് നെക്സ്റ്റ് ടേമിന്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ നമ്മൾ അവിടെ യൂസ് ചെയ്യുന്ന ഏത് ഐഡന്റിറ്റി ആണെന്ന് പഠിച്ചു? a സ്ക്വയർ മൈനസ് b സ്ക്വയർ എന്ന് പറയുന്ന ഐഡന്റിറ്റി ആണ് അല്ലെ? ദാറ്റ് ഈസ് a പ്ലസ് b ഇൻറ്റു a മൈനസ് b ആണ്. ഓക്കെ ആണല്ലോ. അപ്പോൾ 9x സ്ക്വയർ മൈനസ് 16y സ്ക്വയർ എന്ന് പറഞ്ഞാൽ ഇത് 3ന്റെ സ്ക്വയർ ആണ് 9, എക്സിന്റെ സ്ക്വയർ ആണ് എക്സ് സ്ക്വയർ. സോ ഇതിനെ 3x ദ ഹോൾ സ്ക്വയർ എന്നല്ലേ നമുക്ക് എഴുതാൻ പറ്റുക? ആണല്ലോ. മൈനസ് 16y സ്ക്വയർ എന്ന് പറഞ്ഞാൽ 4ന്റെ സ്ക്വയർ ആണ് 16, yന്റെ സ്ക്വയർ ആണ് y സ്ക്വയർ. അപ്പൊ അതേ നമുക്ക് 4y ദ ഹോൾ സ്ക്വയർ എന്നാണ് എഴുതാൻ പറ്റുക. ഓക്കെ ആണോ? അപ്പൊ അതേ 3x ദ ഹോൾ സ്ക്വയർ മൈനസ് 4y ദ ഹോൾ സ്ക്വയർ എന്ന് കിട്ടി. അതായത് a സ്ക്വയർ മൈനസ് b സ്ക്വയർ ഫോമിലാണ് അല്ലെ? ഇവിടെ എയുടെ പൊസിഷനിൽ ആരാണ്? ശ്രേയസ് കൂട്ടെന്ന് പറഞ്ഞേടാ. എയുടെ പൊസിഷനിൽ ആരാണ് വരുന്നത്? ഇത് a സ്ക്വയർ മൈനസ് ബി സ്ക്വയർ ഫോം ആണ്. അങ്ങനെയാണെങ്കിൽ എന്റെ ചോദ്യം എയുടെ പൊസിഷനിൽ ആരാണ്, ബിയുടെ പൊസിഷനിൽ ആരാണ്? അല്ല, 3x ആണ് എയുടെ പൊസിഷൻ. എ സ്ക്വയർ ആണ് 9x സ്ക്വയർ അല്ലെ? അതായത് എ എന്ന് പറഞ്ഞാൽ 3x ആണ്, ബി എന്ന് പറഞ്ഞാൽ 4y ആണ്. ശരിയല്ലേ?
A is equal to 3x ആണ്, B is equal to 4y ആണ്. നമുക്ക് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാലോ. A square minus B square is equal to A ക്ക് പകരം എന്ത് കൊടുക്കുക? 3x കൊടുക്കുക. B ക്ക് പകരം 4y കൊടുക്കുക. ചെയ്ത് നോക്കാം. That is 3 into 3x plus 4y into 3x minus 4y all divided by 3x plus 4y എന്ന് എഴുതാം അല്ലേ? ദാറ്റ് ഈസ് ഈ 2 ടേംസ് ക്യാൻസൽ ആയി പോയി. ബാക്കി എന്ത് കിട്ടി? 3 into 3x minus 4y എന്ന് കിട്ടി. കിട്ടിയ എല്ലാവർക്കും ഓക്കെ ആണോ? ഫഹീമെ കിട്ടണ്ട? പാട്ടും പാടിയിരിക്കണ? ചുമ്മാ. ഓക്കെ, അപ്പൊ 3 into 3x minus 4y എന്ന് കിട്ടി. അപ്പൊ നിങ്ങൾ ചെക്ക് ചെയ്യേണ്ട കാര്യം ഇതാണ്. പല ഐഡന്റിറ്റീസ് ഇങ്ങനെ മിക്സ് ചെയ്തൊക്കെ വരാം. എങ്ങനെ വന്നാലും എല്ലാ ഐഡന്റിറ്റീസ് നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാകണം അല്ലെ? ഇത് എളുപ്പമുള്ളതാണ്. എന്താണ്? ഒരു ടേമിന്റെ സ്ക്വയർ മൈനസ് നെക്സ്റ്റ് ടേമിന്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യണം? ആ ഒരു ഐഡിയ വേണം കേട്ടോ. ഇതേപോലെ നമ്മള് മുന്നത്തെ ക്ലാസ്സിൽ എടുത്ത ക്വസ്റ്റ്യൻ ബേസ് ചെയ്തിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണിത്. m square minus 256 m square minus 256 എന്ന് പറഞ്ഞാൽ എങ്ങനെ എഴുതാം? m square minus 256 എന്നുള്ളത് എങ്ങനെ എഴുതാം? ഇങ്ങനെയൊക്കെ ക്വസ്റ്റ്യൻ ചോദിക്കാം അല്ലെ? m square minus 256 എന്ന് പറഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കണം എന്താണ്? m square minus 16ന്റെ സ്ക്വയർ ആണ് 256. ശരിയല്ലേ? അല്ലേ? 256 ആണ് 16ന്റെ സ്ക്വയർ ആണല്ലോ. അപ്പൊ m square minus 16 സ്ക്വയർ ആണ്. അപ്പൊ ഇവിടെ a square minus b square ഫോം ആയി. അങ്ങനെയാണെങ്കിൽ നമുക്ക് എഴുതാൻ പറ്റുന്നത് എന്തുമാത്രമാണ്? a plus b into a minus b ആണ്. ഇതൊക്കെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് മിക്ക എക്സാമിനും കാണുന്ന ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. അപ്പൊ ഇതൊക്കെ കാണുമ്പോൾ മനസ്സിലാവണം നിങ്ങൾക്ക് ഈ ഐഡന്റിറ്റി ആണ് യൂസ് ചെയ്യുന്നത് എന്നുള്ളത്. a square minus b square that is a plus b into a minus b ആണ്. വിഷ്ണു അൺമ്യൂട്ട് ചെയ്ത് പറഞ്ഞേടാ. അപ്പൊ ഇതിനെങ്ങനെ എഴുതാം നമുക്ക്? m plus 16 m plus 16 bracket m plus 16 bracket m minus 16 m minus 16 m plus 16 into m minus 16 എന്ന് എഴുതാം. ഇത് തന്നെ വേണമെങ്കിൽ ഫോർത്ത് പവർ ഒക്കെ ഇട്ട് തരാം. അപ്പൊ ഇവിടെ മാറും കേട്ടാ. ഫോർത്ത് പവറിനെ നേരത്തെ പറഞ്ഞു തന്നിരുന്നില്ലേ? ഫോർത്ത് പവർ ആകുമ്പോൾ നമ്മൾ സ്ക്വയറിന്റെ സ്ക്വയർ എന്നുള്ള ഫോമിൽ വേണം നമ്മൾ അവിടെ എഴുതാനായിട്ട്. ഓക്കെ, അപ്പോ ഇതേപോലെയൊക്കെ തന്നാല് നിങ്ങൾക്ക് സ്ക്വയർ റൂട്ട് കാര്യങ്ങളൊക്കെ പഠിച്ചിട്ടുള്ളതാണ്. അപ്പൊ 256ന്റെ വാല്യൂ ആണ് 16 എന്ന് മനസ്സിലാക്കാൻ പറ്റണം. അത് വെച്ചിട്ട് നമുക്കിത് ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ ആണോ? കിട്ടിയ എല്ലാവർക്കും? അപ്പോ ഏകദേശം ഒരു ധാരണയായല്ല അല്ലെ? ഏകദേശം ഒരു ധാരണയായില്ലേ? ഈ ചാപ്റ്ററിൽ നിന്ന് എങ്ങനെയൊക്കെ ക്വസ്റ്റ്യൻസ് വരാം? ഒന്നില്ലെങ്കിൽ ചോദിക്കുന്ന കാര്യം ഇത് തന്നെയാണ്, ഫാക്ടറൈസ് ചെയ്യാനുള്ളതാണ്. ഫാക്ടറൈസ് ചെയ്യാൻ ഐഡന്റിറ്റീസ് യൂസ് ചെയ്തുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്നത് കേട്ടോ. ഐഡന്റിറ്റീസ് എന്ന് പറഞ്ഞാൽ a plus b the whole square, a square minus b square, x plus a into x plus b, a minus b the whole square. ഈ പറയുന്ന ഐഡന്റിറ്റീസ് യൂസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഏറ്റവും ഇമ്പോർട്ടന്റ് എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ? അപ്പൊ ഞാൻ ഇനി ഒരു 2-3 ക്വസ്റ്റ്യൻസ് റാൻഡം ആയിട്ട് തരുവാണ്. എല്ലാവരും കൃത്യമായിട്ട് ചെയ്യണം. ഓക്കെ, ചെയ്യാൻ റെഡി ആണോ? ഇതിൽ നിന്ന് എങ്ങനെയൊക്കെ ക്വസ്റ്റ്യൻ തന്നാലും ചെയ്യാൻ റെഡി ആണോ? ചെയ്യും. സെറ്റാണ്. ഇത് കംപ്ലീറ്റ് ചെയ്ത് കഴിയുകയാണെങ്കിൽ ഞാൻ നേരത്തെ വിടും. ഓക്കെ, സെറ്റാണല്ലോ? തെറ്റിക്കരുത് കേട്ടാ, ഒരാള് പോലും തെറ്റിക്കരുത്. ദാറ്റ് അല്ലേ? എല്ലാവരും ചലഞ്ച് ആക്സെപ്റ്റഡ് ആണ്. നിങ്ങൾ ചെയ്താൽ മതി, നിങ്ങൾ പഠിച്ചാൽ മതി. അതിൽ കൂടുതലൊന്നും എനിക്ക് വേണ്ട, വേറെ ഒരു കാര്യം എനിക്ക് വേണ്ട. ഓക്കെ, അപ്പോ തുടങ്ങാലോ, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. റെഡി ആണോ? ഓക്കെ, സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, x raised to 4 minus x minus z മാറ്റിത്തരാം, നേരത്തെ ചെയ്ത ക്വസ്റ്റ്യൻ അല്ലേ. y plus z all raised to 4. സെക്കൻഡ് ക്വസ്റ്റ്യൻ, p square plus 6p minus 16. Third one, y square plus 7y plus 10 divided by y plus 5. Fourth one, 5x square minus 6x divided by 2x. Last one,
ഞാൻ പറയുന്നവർ എനിക്ക് ബുക്ക് ഒന്ന് സ്ക്രീനിൽ കാണിച്ചു തരണം കേട്ടോ. എക്സ് റേസ് ടു 4 മൈനസ് വൈ പ്ലസ് സെറ്റ് ഓൾ റേസ് ടു 4 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എക്സ് സ്ക്വയർ ദ ഹോൾ സ്ക്വയർ മൈനസ് വൈ പ്ലസ് സെറ്റ് ദ ഹോൾ സ്ക്വയർ ഇങ്ങനെയല്ലേ എഴുതാൻ പറ്റുക അല്ലേ? നമ്മൾ ഓൾറെഡി പഠിച്ചതാണ്. റേസ് ടു 4 എന്ന് വന്നു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം? സ്ക്വയറിന്റെ സ്ക്വയർ എന്നുള്ള ഫോമിൽ എഴുതാം. സോ എക്സിന്റെ സ്ക്വയർ എന്താണോ അതിന്റെ സ്ക്വയർ ആണ് എക്സ് റേസ് ടു 4 എന്ന് വന്നിട്ടുണ്ടെങ്കിൽ. സോ എക്സ് റേസ് ടു 4 എന്നുള്ളത് നമ്മൾ എങ്ങനെ എഴുതി? എക്സ് സ്ക്വയർ ദ ഹോൾ സ്ക്വയർ മൈനസ് y plus z the whole square എന്നുള്ള ഫോമിലേക്ക് എഴുതി. Then x square the whole square minus y plus z the whole square എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലായി ഇപ്പൊ ഇത് ഏത് ഫോമാണ്? a square minus b square ഫോമാണ്. ഒരു ടേമിന്റെ സ്ക്വയർ മൈനസ് നെക്സ്റ്റ് ടേമിന്റെ സ്ക്വയർ ആണല്ലോ. ദാറ്റ് ഈസ് x സ്ക്വയർ ആണ് ഇവിടെ എന്തായിട്ട് കിട്ടുന്നത്? a ആയിട്ട് കിട്ടുന്നത്. a സ്ക്വയർ മൈനസ് ബി സ്ക്വയർ അല്ലേ? ഫസ്റ്റ് ഒരു ടേമിന്റെ സ്ക്വയർ മൈനസ് നെക്സ്റ്റ് ടേമിന്റെ സ്ക്വയർ എഴുതുന്നത് അല്ലേ? അതിന് നമുക്ക് a പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി എന്നല്ലേ എഴുതാൻ പറ്റുന്നത് ആണല്ലോ. അപ്പോ എയുടെ പൊസിഷനിൽ ഇവിടെ വന്നിരിക്കുന്ന ആൾ ആരാണ്? എക്സ് സ്ക്വയർ ആണ്. സോ എക്സ് സ്ക്വയർ പ്ലസ് ബിയുടെ പൊസിഷനിൽ ഇവിടെ വന്നിരിക്കുന്ന ആൾ ആരാണ്? y പ്ലസ് സെറ്റ് ദ ഹോൾ സ്ക്വയർ ആണ്. സോ y പ്ലസ് സെറ്റ് ദ ഹോൾ സ്ക്വയർ. അപ്പോ എക്സ് സ്ക്വയർ പ്ലസ് y പ്ലസ് സെറ്റ് ദ ഹോൾ സ്ക്വയർ ഇൻറ്റു എക്സ് സ്ക്വയർ മൈനസ് വൈ പ്ലസ് സെറ്റ് ദ ഹോൾ സ്ക്വയർ എന്ന് കിട്ടി. ഓക്കെ ആണോ? ഇത്രയും വരെയും വെച്ച് നമുക്ക് അവസാനിപ്പിക്കാൻ പറ്റുമോ? ഇല്ല. എന്തുകൊണ്ട്? ദേടാ ഈ എക്സ് സ്ക്വയർ മൈനസ് വൈ പ്ലസ് സെറ്റ് ദ ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞാൽ വീണ്ടും അത് ഏത് ഫോമിലേക്ക് എത്തി? എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ ഫോമിലേക്ക് എത്തി അല്ലെ? എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ എന്ന് പറഞ്ഞാൽ എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി ആണ്. അപ്പൊ ഞാൻ ദേ ഇവിടെ എക്സ് സ്ക്വയർ പ്ലസ് y പ്ലസ് സെറ്റ് ദ ഹോൾ സ്ക്വയർ നിങ്ങൾ എക്സ്പാൻഡ് ചെയ്തു. അത് കൂടാതെ ഇവിടെ നമുക്ക് ദേ വീണ്ടും ഇതിനെങ്ങനെ എഴുതാം? എക്സ് പ്ലസ് വൈ പ്ലസ് സെറ്റ് ഇൻറ്റു എക്സ് മൈനസ് വൈ പ്ലസ് സെറ്റ് എന്ന് എഴുതാം. എന്തുകൊണ്ടാണ്? വീണ്ടും എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ ഫോം ആയെങ്കിൽ എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി എന്ന് എഴുതാൻ സാധിക്കുന്നു. ഓക്കെ, ഈ ആൻസർ കറക്റ്റ് ആയവർ എത്ര പേരുണ്ട്? ഈ ആൻസർ കറക്റ്റ് ആയവര് ചെയ്ത് കുറെ പേര് ആൻസർ കറക്റ്റ് ആയവര് കുറെ പേരുടെ കറക്റ്റ് ആയിട്ടുണ്ട്. അർച്ചന കിട്ടിയില്ലേ ആൻസർ? തെറ്റിച്ചാ? സൈന് തെറ്റിപ്പോയി അല്ലേ? സൈൻ തെറ്റിയാൽ ഫുൾ മാർക്ക് പോകും. അതാണ് പ്രശ്നം ഇതിന്റെയൊക്കെ കേട്ടോ. എവിടെയെങ്കിലും ഒരു സൈൻ തെറ്റിയാലും നിങ്ങളുടെ ആ ഫുൾ മാർക്ക് അവിടെ പോകും. ഓക്കെ, അപ്പൊ ഈ രീതിയിൽ വരുന്ന ക്വസ്റ്റ്യൻസ് നന്നായിട്ട് പഠിക്കാട്ടെ എല്ലാവരും. ഇത് പല തവണ എക്സാമിന് ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ചോദിച്ചു കണ്ടിട്ടുണ്ട്. റേസ് ടു 4 വരുന്ന രീതിയിൽ. റേസ് ടു 4 വന്നാൽ നിങ്ങൾ നോക്കേണ്ട കാര്യം സ്ക്വയറിന്റെ സ്ക്വയർ എന്നുള്ള ഫോമിലേക്ക് അതിനെ മാറ്റി വേണം ചെയ്യാനായിട്ട്. ഓക്കെ ആണല്ലോ? അപ്പൊ ഈ ക്വസ്റ്റ്യൻ സെറ്റ് ആണല്ലോ. അടുത്ത ക്വസ്റ്റ്യൻ പറയട്ടെ. അടുത്ത ക്വസ്റ്റ്യൻ ഞാൻ 5th ക്വസ്റ്റ്യൻ എന്ന് പറയാണ്, സ്റ്റാർട്ട് ചെയ്യാണ്. എക്സ് സ്ക്വയർ പ്ലസ് 5x പ്ലസ് 9. സിമ്പിൾ ആയിട്ട് പറഞ്ഞ ഒരാൾ ആൻസർ. എക്സ് സ്ക്വയർ പ്ലസ് 5x പ്ലസ് 9. റോഹൻ കുട്ട പറയാവോ 5th വണ്ണിന്റെ ആൻസർ? 3 ടേംസ് ആണ്. 3 ടേംസ് ആണെങ്കിൽ നമ്മൾ നോക്കുന്ന രണ്ട് കാര്യങ്ങൾ എന്താണ്? ഒന്നില്ലെങ്കിൽ a പ്ലസ് ബി ദ ഹോൾ സ്ക്വയർ ഐഡന്റിറ്റി, അതല്ല നമുക്ക് മിഡിൽ ടേം സ്പ്ലിറ്റിംഗ് മെത്തേഡ്. ഇതിൽ ഏതെങ്കിലും ആണ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുക അല്ലേ? അപ്പൊ ഇവിടെ ഏത് ചെയ്യാൻ പറ്റും? a പ്ലസ് ബി ദ ഹോൾ സ്ക്വയർ ഐഡന്റിറ്റി ആണ് യൂസ് ചെയ്യേണ്ടതെങ്കിൽ എന്ത് ചെയ്യണം എന്നാ പറഞ്ഞത്? ഫസ്റ്റ് ടേം എന്ന് പറഞ്ഞാൽ എക്സിന്റെ സ്ക്വയർ ആണെന്നും ലാസ്റ്റ് ടേം എന്ന് പറഞ്ഞാൽ 3ന്റെ സ്ക്വയർ ആണെന്നും മനസ്സിലായി അല്ലേ? അപ്പൊ നമുക്ക് ഇൻ ബിറ്റ്വീൻ ഉള്ള ടേം ഒന്ന് എഴുതി നോക്കാം. 2 ഇൻറ്റു എ ഇൻറ്റു ബി എന്നുള്ള ഫോം തന്നെയാണെന്ന് നോക്കാം അല്ലേ? ഇങ്ങനല്ലേ ചെയ്യുന്നത്? ദാറ്റ് ഈസ് 2 ഇൻറ്റു 3. ഇവിടെ 6x ആക്കാം. ഓക്കെ, 6x ആക്കി തന്നിരിക്കുന്നു. ഓക്കെ, സോ എക്സ് സ്ക്വയർ പ്ലസ് 6x പ്ലസ് 9 എന്നാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ഇവിടെ എക്സ് സ്ക്വയർ പ്ലസ് എക്സ് പ്ലസ് 3 ദ ഹോൾ സ്ക്വയർ എന്ന് എഴുതാം. ക്ലിയർ ആണോ? എക്സ് പ്ലസ് 3 ദ ഹോൾ സ്ക്വയർ എന്ന് എഴുതാം. കിട്ടിയില്ലേ എല്ലാവർക്കും? ഓക്കെ ആണോ? അപ്പോ ഇതാണ് ഒരു മെത്തേഡ്. ദാറ്റ് ഈസ് ഫസ്റ്റ് ടേമും ലാസ്റ്റ് ടേമും നോക്കുമ്പോൾ സ്ക്വയർ ആണെന്ന് മനസ്സിലായി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് നേരിട്ടൊന്നില്ലെങ്കിൽ എ പ്ലസ് ബി ദ ഹോൾ സ്ക്വയർ എന്ന് പറയുന്ന ഐഡന്റിറ്റിയോ എ മൈനസ് ബി ദ ഹോൾ സ്ക്വയർ എന്ന് പറയുന്ന ഐഡന്റിറ്റിയോ നമുക്ക് യൂസ് ചെയ്യാം. സിമ്പിൾ ആയിട്ട് ചെയ്യാം അല്ലേ? ഇനി അടുത്തൊരു കേസ് എന്ന് പറഞ്ഞാൽ ദേടാ ഇവിടെ നമുക്ക്
ഡിവിഷൻ ആണ് അല്ലെ. ദാറ്റ് ഈസ് 5x² - 6x/2. ഫോർത്ത് ക്വസ്റ്റ്യൻ സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻ തന്നെയാണ് ആ ക്വസ്റ്റ്യനും. 5x² - 6x/2x എന്ന് പറഞ്ഞ നേരത്തെ നമ്മൾ ചെയ്ത പോലെ തന്നെ 5x² - 6x ഡിവൈഡഡ് ബൈ 2x. അതായത് 5x²നും 2x ബാധകമാണ്, 6x-നും 2x ബാധകമാണ് അല്ലേ. സോ എക്സും എക്സും നമുക്ക് ക്യാൻസൽ ചെയ്ത് കളയാം. 5/2x - 6/2 ദാറ്റ് ഈസ് 3. ഇങ്ങനെയാണ് ആൻസർ വന്നത്. 5/2x - 3 എന്നാണ് ആൻസർ കിട്ടിയത്. ഫോർത്ത് വൺ കറക്റ്റ് ആക്കിയാ വലിയ ബുദ്ധിമുട്ടില്ലാതെ ചെയ്യാൻ പറ്റിയിട്ടുണ്ടാവുമല്ലോ. കാർത്തിക് കിട്ടിയില്ലേ? 5/2x - 3 എന്ന് കിട്ടിയിട്ടുണ്ടാവണം. ഓക്കെ, അപ്പൊ ഇതെന്തായാലും ഇതെല്ലാവരുടെയും കറക്റ്റ് ആയിട്ടുണ്ടാവണം. ഇത് അത്രയും എളുപ്പത്തിൽ നമുക്ക് കിട്ടുന്ന ക്വസ്റ്റ്യൻ ആണ്. ദെൻ y² + 7y + 10 നമ്മൾ നേരത്തെ ഓൾറെഡി ചെയ്തതാണ് അല്ലെ. y² + 7y + 10 എന്ന് പറഞ്ഞാൽ അതിന് നമുക്ക് y + 2 × y + 5 എന്നല്ല എഴുതാൻ പറ്റുക അല്ലെ. ഓൾറെഡി നമ്മള് മിഡിൽ ടേം സ്പ്ലിറ്റിംഗ് മെത്തേഡ് പഠിച്ചു തുടങ്ങിയപ്പോ ചെയ്ത കാര്യമാണ് y² + 7y + 10. അപ്പൊ y + 2 × y + 5 ഡിവൈഡഡ് ബൈ y + 5 ഇങ്ങനെയാണ് വന്നത്. എല്ലാവർക്കും കിട്ടിയ ആൻസർ y + 2 എന്നാണോ? കിട്ടിയ ആൻസർ y + 2 എന്നാണോ? കിട്ടി. യെസ്, ഇത്രയും പേർക്ക് കിട്ടി. അടിപൊളി കേട്ടോ. അപ്പോ ഇതൊക്കെ നിങ്ങൾ ഓൾറെഡി പഠിച്ച കാര്യമാണ്. പക്ഷെ അതൊക്കെ ഒന്നുകൂടി പ്രാക്ടീസ് ചെയ്യുമ്പോഴാണ് നിങ്ങൾക്ക് അത് കിട്ടിയോ എന്നുള്ള കാര്യം ഉറപ്പുവരുത്താൻ പറ്റുള്ളൂ കേട്ടോ. ആൻഡ് ടു ദ ലാസ്റ്റ് ക്വസ്റ്റ്യൻ, p² + 6p - 16. p² + 6p - 16. p² + 6p - 16. p² + 6p - 16 എന്ന് പറഞ്ഞാൽ നിങ്ങൾ നോക്കിക്കോ, ഇവിടെ p², pയുടെ സ്ക്വയർ ആണ്, 16 4ന്റെ സ്ക്വയർ ആണ്. പക്ഷെ ഇൻ ബിറ്റ്വീൻ 2 × p × 4 എന്ന് എഴുതാൻ പറ്റുമോ? നമുക്ക് പറ്റില്ല അല്ലെ. അപ്പൊ നമുക്ക് ഏത് ഐഡന്റിറ്റി പോസിബിൾ അല്ല? a + b the whole square എന്ന് പറയുന്ന അല്ലെങ്കിൽ a - b the whole square എന്ന് പറയുന്ന ഐഡന്റിറ്റി പോസിബിൾ അല്ല എന്ന് മനസ്സിലായി. ഓക്കെ ആണല്ലോ. അതുമല്ല, നിങ്ങൾ ആ സൈൻ നോക്കിയാൽ തന്നെ മനസ്സിലാകും അല്ലെ. സൈൻ വന്നിരിക്കുന്ന നെഗറ്റീവ് വന്നിരിക്കുന്ന കോൺസ്റ്റന്റ് ടേമിലാണ്. അപ്പൊ നമുക്ക് എന്തായാലും ഐഡന്റിറ്റി യൂസ് ചെയ്യാൻ പറ്റില്ല. ഐഡന്റിറ്റി യൂസ് ചെയ്യാൻ പറ്റില്ലെങ്കിൽ നമ്മുടെ അടുത്ത അടവ് എന്താണ്? പ്രോഡക്റ്റ് -16 കിട്ടണം, സമ്മ് 6 കിട്ടുന്ന 2 നമ്പേഴ്സ് കണ്ടുപിടിക്കേണ്ട വരും അല്ലെ. അതായത് ഏതൊക്കെ 2 നമ്പേഴ്സ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണ് -16 കിട്ടുന്നതെന്നും ഏതൊക്കെ 2 നമ്പേഴ്സ് ആഡ് ചെയ്യുമ്പോഴാണ് 6 കിട്ടുന്നതെന്ന് നമ്മൾ കണ്ടുപിടിക്കേണ്ട വരും. അതിനുള്ള മാർഗം എന്താ? 16 വരുന്ന 16ന്റെ ഫാക്ടേഴ്സ് ആയിട്ട് വരുന്ന നമ്പേഴ്സ് കണ്ടുപിടിക്കുക. 1 × 16 16 ആണ് അല്ലെ. 2 × 8 16 ആണ്. 4 × 4 16 ആണ്. ഇതിൽ ഏത് കേസാണ് പോസിബിൾ ആയിട്ടുള്ളത് എന്ന് കാണിച്ചേ. ഇതിൽ ഏത് കേസാണ്? 2ന്റെയും 8ന്റെ ആണ്. കാരണം എന്താണ്? 2 × 8 16 ആണ്. അതേപോലെ തന്നെ അവരുടെ ഡിഫറൻസ് എടുത്ത് നമുക്ക് 6 കിട്ടുമല്ലോ, ശരിയല്ലേ. അപ്പൊ നമുക്ക് 2 × 8 16 ആണ്. പ്രോഡക്റ്റില് നെഗറ്റീവ് വരണമെങ്കിൽ ഒരെണ്ണത്തില് നെഗറ്റീവ് സൈൻ ഉണ്ടാകണം, 2വിലോ അല്ലെങ്കിൽ 8ലോ നെഗറ്റീവ് സൈൻ ഉണ്ടാകണം. ഇവിടെ ഏതിലാണ് നെഗറ്റീവ് സൈൻ വരിക? 2വിലായിരിക്കും. കാരണം സമ്മില് നെഗറ്റീവ് വരാൻ പാടില്ല. അപ്പൊ ലാർജർ നമ്പറിന്റെ സൈൻ ആയിരിക്കണം പോസിറ്റീവ് എന്നുള്ളത്. ഓക്കെ ആണോ? കിട്ടി എല്ലാവർക്കും 16 6 ഈ ഒരു ഫോം കിട്ടി. -16ഉം 6ഉം കിട്ടി. ദെൻ നിങ്ങൾക്ക് എന്ത് ചെയ്യാ? ഇതിനെ നേരത്തെ ചെയ്ത പോലെ തന്നെ മിഡിൽ ടേം സ്പ്ലിറ്റ് ചെയ്യുക. p² - 2p + 8p - 16 അല്ലേ. ദാറ്റ് ഈസ് ഈക്വൽ ടു p × p - 2 + 8 × p - 2. സോ ഇവിടെ p - 2 എന്നുള്ളത് കോമൺ ആണെങ്കിൽ ബാക്കി നമുക്ക് റിമൈനിങ് എന്താ കിട്ടുന്നത്? p + 8 എന്നാണ്. സോ ആൻസർ വിൽ ബി p - 2 × p + 8 ആണ്. ശരിയായ എത്ര പേര് ശരിയായ ആൻസർ? റഷ്ദാൻ കറക്റ്റ് ആയില്ലേ? ഓക്കെ ആണ്. അപ്പോ ഓവറോൾ ഈ ചാപ്റ്ററിനെ പറ്റി പറയാനായിട്ട് ഇത്രയും ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ തന്നെ ഈ ചാപ്റ്ററിനെ പറ്റി ഏകദേശം നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടും. അപ്പൊ ശ്രദ്ധിക്കേണ്ട കാര്യം ഇതാണ്, ഈ പറയുന്ന ക്വസ്റ്റ്യൻസ് ഒന്നും നമുക്ക് ബൈ ഹാർട്ട് അടിച്ച് പഠിക്കാൻ പറ്റുന്ന കാര്യമല്ല അല്ലെ.
അപ്പൊ ആ പറഞ്ഞു തന്നിരിക്കുന്ന കാര്യങ്ങൾ പല തവണ റിപ്പീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് കിട്ടുള്ളൂ. ഓക്കെ ആണോ? അപ്പൊ ഓരോരുത്തർ ചെയ്യുന്ന രീതികളിൽ പല വ്യത്യാസങ്ങൾ ഉണ്ടാകും. പക്ഷെ നിങ്ങൾ എന്ത് ചെയ്യാം, നിങ്ങൾ ഏത് രീതിയാണോ ഫോളോ ചെയ്ത് വരുന്നത് ആ ഒരു മെത്തേഡിൽ തന്നെ ചെയ്യാനായിട്ട് ശ്രമിക്കാം. ഓക്കെ ആണല്ലോ? അപ്പൊ നമുക്ക് ഈ ചാപ്റ്റർ ഇവിടെ വെച്ച് അവസാനിപ്പിക്കാം. അടുത്ത ദിവസം എല്ലാവരും നന്നായി തന്നെ പഠിച്ചു വേണം വരാനായിട്ട്. അപ്പൊ ഇന്ന് എന്തായാലും എക്സാം എടുക്കുന്നില്ല. എന്റെ നെക്സ്റ്റ് ക്ലാസ്സിലായിരിക്കും ഈ ചാപ്റ്ററിന്റെ എക്സാം വരുന്നത്. അപ്പൊ നന്നായിട്ട് പഠിക്കുക കേട്ടാ. അപ്പൊ ഓൾമോസ്റ്റ് എല്ലാവരും ഇന്ന് ഈവനിങ് സെഷനിലൊക്കെ ജോയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ എന്തായാലും അതിൽ ജോയിൻ ചെയ്തവർക്ക് അതിൻ്റെതായ ഒരു അഡ്വാൻറ്റേജ് ഉണ്ടായിട്ടുണ്ടാവും. സോ അതുകൂടിയൊക്കെ നന്നായി നോക്കിയിട്ട് വേണം എക്സാമിന് വരാനായിട്ട് എല്ലാവരും. സോ ഇനി കുറച്ചു നേരം പോയിട്ട് എല്ലാവരും എന്തായാലും റെസ്റ്റ് എടുത്തോ. നാളെ ക്ലാസ് ഒന്നും ഇല്ലല്ലോ. സ്കൂളില് ക്ലാസ് ഉണ്ടാ? ഇല്ല. ഇവിടെ ക്ലാസ് ഉണ്ടോ സാറേ? മേ ബി, അറിയില്ല കേട്ടാ, ഞാനൊന്നും പറയുന്നില്ല. അപ്പൊ ഇവിടെ ക്ലാസ് ഉണ്ടെന്നുള്ളത് എന്തായാലും അറിയിക്കും. സ്കൂളിൽ എന്തായാലും ക്ലാസ് ഇല്ല. അപ്പൊ ഒന്ന് റിലാക്സ് ആയിട്ടൊക്കെ അടുത്ത കാര്യങ്ങളിലേക്ക് കിടക്കാം കേട്ടോ. ഓക്കെ, അപ്പൊ ടാറ്റ, ബൈ ബൈ, ഗുഡ് നൈറ്റ്.